Yes, good morning, all of you. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് പ്രകാശ്. ബേസിക്കലി ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ ഒരു 30 വർഷ സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്തു. ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ മിഷനിൽ, ഈ പ്രൊജക്റ്റിൽ വളരെ സീരിയസ് ആയിട്ട് ഇൻവോൾവ് ആണ്. ഈ ഓർഗനൈസേഷന്റെ പേര് മോദി കെയർ ലിമിറ്റഡ് എന്നാണ്. ഇത് കഴിഞ്ഞ 29 വർഷമായിട്ട് ഇന്ത്യയിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. പിന്നെ ഏറ്റവും രസകരമായ കാര്യം, വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാനിത് വരുന്നത്. സർവീസില് ലാസ്റ്റ് ഗസറ്റ് ഓഫീസറായിട്ട് റിട്ടയർ ആയ സമയത്ത് എനിക്ക് പഠിച്ച് സർവീസ് ഇറങ്ങിയ ശേഷം നമുക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകാൻ ഇൻട്രസ്റ്റ് ആയി. ജോലി കൊണ്ട് നമുക്ക് എത്രമാത്രം ഉയരാൻ പറ്റും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു എംപ്ലോയ്മെന്റ് ഉണ്ട്. ഒരു ബിസിനസ് എന്ന് ചോദിച്ചാൽ അവിടെയും നമുക്ക് പരിമിതികളുണ്ട്. ഇപ്പൊ ജോലിയിൽ നിന്നും ഒരു സാധാരണ ബിസിനസ് വ്യത്യസ്തമായിട്ട് ഒരു വലിയൊരു വിഷനോട് കൂടി വർക്ക് ചെയ്യാൻ പറ്റിയ പ്ലാറ്റ്ഫോമാണ് മോദി കെയർ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ സമയമായിരുന്നത്. ഒരു കമ്പനി വന്നിട്ട് 29 വർഷമായിട്ടുള്ളൂ. ഞാൻ വന്നിട്ട് 5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ മനസ്സിലാക്കാം, നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുക എന്തെങ്കിലും നമ്മൾ സ്വന്തം അനുഭവം കൊണ്ടേ പഠിക്കുള്ളൂ. ഇതങ്ങനെ ഒരു കിട്ടിയ അനുഭവ ജ്ഞാനമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിന്റെ പേര് റഫ്താർ എന്നാണ്, അല്ലെങ്കിൽ ഗോ ഡയറക്ടർ വർക്ക്ഷോപ്പ് എന്ന് പറയും. ഈ കമ്പനിയുടെ ഒരു ടൈറ്റിൽ നേടാനുള്ള ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പൊസിഷനാണ്. അതെന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യണത്? മോദി കെയർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഞാൻ ഈ ഒരു മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. വെൽക്കം ഓൾ ഓഫ് യു. ഡയറക്ടർ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ റഫ്താർ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിന്റെ പ്രസക്തി എന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഒരു 2 to 5 വർഷം കൊണ്ട് നമ്മുടെ ലൈഫിൽ വലിയ വലിയ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടി നമുക്ക് മുമ്പോട്ട് പോകാം, അതിനുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തി സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ വന്നേക്കാണ്. സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ 3 മാസമായിട്ടുള്ള ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്ലാന്റെ പ്രത്യേകത, ഇത് ഇൻഡസ്ട്രിയിൽ 72% പേ ഔട്ട് കൊടുക്കുന്ന ഒരു പ്ലാനാണ്. ബിസിനസ് വോളിയത്തിന്റെ 72% പേ ഔട്ട് കൊടുക്കുന്ന പറയുമ്പോൾ ഇന്ന് ഇന്ത്യയിലെ ഹയസ്റ്റ് ഇൻകം കൊടുക്കുന്ന ഒരു പ്ലാനാണ്. ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന ഇരിക്കുന്ന എല്ലാവർക്കും വരുന്ന ചുരുങ്ങിയ സമയം കൊണ്ട്, ഞാൻ സമയം നിശ്ചയം നിങ്ങൾ നിശ്ചയിക്കുന്ന സമയമുണ്ട്, നമ്മുടെ മൈൻഡ് സെറ്റാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഇത് ആരുടെയും പ്രത്യേകിച്ചൊരു ഇതല്ല. ഇത് ഇരിക്കുന്ന എല്ലാവർക്കും ഒരു സംരംഭകനാകാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. ഒരു എന്റർപ്രണർ ആകാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. നമ്മുടെ മുൻ പ്രസിഡന്റ് APJ സാർ പറഞ്ഞ വാക്ക് ഇവിടെ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. കാര്യം സംരംഭകത്വം കൊണ്ട് മാത്രമേ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് എത്താൻ പറ്റൂ. ഒരു രാജ്യം വളരണമെങ്കിൽ സംരംഭകത്വമാണ് വേണ്ടത്, എംപ്ലോയ്മെന്റ് കൊണ്ട് മാത്രം നടക്കില്ല. ഇത് ശരിക്കും ഒരു സംരംഭകത്വമാണ്. രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ഘടകമായിട്ട് ഈ ബിസിനസ് മാറുകയാണ്. നമ്മൾ തിരിച്ചറിയേണ്ടത്, അങ്ങനെ ഒരു ബിസിനസ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ 2 കൈ നീട്ടി സ്വീകരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമ്മൾ തയ്യാറാക്കേണ്ടത് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 21ാം നൂറ്റാണ്ടിലെ ശരിക്കും അതിശയം എന്ന് പറയാം ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ആ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഈ മോദി കെയർ എന്ന കമ്പനി കഴിഞ്ഞ 29 വർഷം കൊണ്ട് തലയുയർത്തി നിൽക്കുകയാണ്. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ബഹുഭൂരിപക്ഷം ആൾക്കും അറിയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ കമ്പനി ഇന്ത്യയിൽ ഇപ്പൊ നിൽക്കുന്നത് 2000-2500 കോടി എടുത്താണ് നിൽക്കുന്നത് ടേൺ ഓവർ. 97 ഈ കമ്പനി ടേൺ ഓവർ 96 സ്റ്റാർട്ട് ചെയ്ത് 2014 ഈ കമ്പനി ടേൺ ഓവർ 97 കോടിയായിരുന്നു. അത് വെറും 7 വർഷം കൊണ്ട് 2021 14 തൊട്ട് 21 കാലയളവില് കമ്പനി ടേൺ ഓവർ 1800 കോടിയായിട്ട് കുതിച്ചുയർന്നു. ജനങ്ങളിലേക്ക് എത്തിയത് ആ ഒരു സമയത്താണ്. ഇന്ത്യ ഒട്ടാകെ തന്നെ 54 ലക്ഷം എന്റർപ്രനേഴ്സ് അല്ലെങ്കിൽ അഡ്വൈസേഴ്സ് ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ബിസിനസ് ലക്ഷ്യം തന്നെ
ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള അവസരവും നമുക്കിറക്കി തന്നേക്കണം. അപ്പൊ നമ്മള് വിതരണ ശൃംഖല വർദ്ധിപ്പിക്കുക. ഒരു കമ്പനിയുടെ ഏത് കമ്പനിയുടെയും ഉയർച്ചയ്ക്ക് കാരണം അതിന്റെ വിതരണ ശൃംഖല വർദ്ധിപ്പിക്കുക എന്ന കാര്യം. അപ്പൊ വിതരണ ശൃംഖല വർദ്ധിപ്പിച്ചാല് ആ കമ്പനിക്ക് ഉന്നതങ്ങളിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ വിതരണ ശൃംഖല വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കുറച്ച് ട്രെയിനിങ് ആണ് ഇവർ തരാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പങ്കെടുക്കുന്ന എല്ലാവരെ സംബന്ധിച്ചോളം ഈ ട്രെയിനിങ്ങുകൾ രേഖപ്പെടുത്തി വെച്ചാൽ വളരെ നന്നായിരിക്കും. അത് നിങ്ങളുടെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് സംരംഭകത്വം വികസിപ്പിക്കണമെങ്കിൽ, നമ്മുടെ വിതരണ ശൃംഖല വർദ്ധിപ്പിക്കണമെങ്കിൽ, ഒരു ബിസിനസ് അങ്ങനെ അതിലൂടെയാണ് ബിസിനസ് വോളിയം കൂട്ടുന്നത്. അപ്പൊ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന രസകരമായ കാര്യം. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. ഇതിനുവേണ്ടി നിങ്ങൾ വേറെ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളുടെ സമയമാണ് ഇവിടെ ഏറ്റവും വാല്യുബിൾ ആയിട്ട് വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇതിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളുടെ സ്കില്ലുകൾ സ്വയം ആർജിച്ചെടുക്കണം. ട്രെയിനിങ്ങിലൂടെ സ്ഥിരമായിട്ട് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൾ മാത്രമേ ഇതിനകത്ത് വിജയിച്ച് കയറി വരുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന്റെ പ്രത്യേകത അതാണ്. കാര്യം ഇതിന് വേറെ ബോസ് ഇല്ല, നോ ബോസ്. നമ്മളാണ് നമ്മുടെ ബോസ്. സോ നമ്മൾ തന്നെ അതിനെ പാകപ്പെടുത്തി എടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഇതിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ പാകപ്പെടുത്തി എടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പല പല സിസ്റ്റത്തിന് പല നോളജ്. ഇപ്പൊ സിസ്റ്റം നോളജും പ്രൊഡക്റ്റ് നോളജിനകത്തുള്ളത് പ്രൊഡക്റ്റുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പൊ 800ഓളം ഉൽപ്പന്നങ്ങൾ വന്നു കഴിഞ്ഞു. 17 കാറ്റഗറിയിൽ 800-ലധികം ഉൽപ്പന്നങ്ങൾ വന്നു കഴിഞ്ഞു. ആ ഉൽപ്പന്നങ്ങൾ മുഴുവൻ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു 8-10 പ്രൊഡക്റ്റ്, നിങ്ങൾ ഏറ്റവും അടുത്ത് ഫ്രണ്ടിൽ ഏറ്റവും ആവശ്യമുള്ള 8-10 പ്രൊഡക്റ്റ്, മാക്സിമം ഒരു 20-25 പ്രൊഡക്റ്റ് പഠിച്ചാൽ മതി. ബാക്കി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്നെ പ്രൊഡക്റ്റ് കണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഞാനത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ എന്റെ വീട്ടില് ഈ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് എനിക്ക് പറ്റാവുന്ന പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചു. ഞാനൊരു ഗസറ്റ് ഓഫീസറാണ്. എനിക്ക് അങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. റിട്ടയർ ആയ ശേഷം എന്റെ വൈഫ് ലിഷയാണ്. അദ്ദേഹം കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. അദ്ദേഹമാണ് ഈ ബിസിനസ് ആദ്യം കാണുകയും ഇഷ്ടപ്പെടുകയും എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നല്ല നല്ല പ്രൊഡക്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. നാച്ചുറൽ ആണ്, ഓർഗാനിക് ആണ്, എക്കണോമിക്കലാണ്, എഫക്റ്റീവ് ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്. ഈ ട്രിപ്പിൾ എഫക്റ്റീവ് ആണ്, എക്കണോമിക്കലാണ്, എക്കോ ഫ്രണ്ട്ലി ആണ്. ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു കാര്യം മനസ്സിലായി, ഇതിന്റെ ഗുണനിലവാരം വളരെ നമുക്ക് പ്രശംസിച്ചാൽ പറ്റില്ല, അതിനപ്പുറമാണ്. ആകെ പ്രശ്നം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരസ്യക്കാരോ ഇടനിലക്കാരോ ഇതിനകത്തില്ല. അതാണ് ഈ മാർക്കറ്റിന് ഇതൊരു പ്രത്യേകത. പേര് തന്നെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നാണ്. ലോകത്തില് ഇത് 90 വർഷങ്ങൾക്ക് മുമ്പേ വന്നതാണ്. ലോകമൊട്ടാകെ ഇത് ഭയങ്കര സക്സസ്ഫുൾ ആണ്. അതിൽ ഒന്നാം നിൽക്കുന്ന രാജ്യം അമേരിക്കയാണ്. അവിടെ 3 ലക്ഷം കോടിയെ വിറ്റവര്, ഏതാണ്ട് 3 ലക്ഷം കോടി. അവിടെ ആകെ 33 കോടി ജനസംഖ്യയുള്ളൂ. ഇന്ത്യയിൽ 140 കോടി ജനസംഖ്യയാണ്. ഇന്ത്യയിലാകെ 2500 കോടി എത്തിയിട്ടുള്ളൂ. 25,000 കോടി എത്തിയിട്ടുള്ളൂ. അതിൽ 2500 കോടിയാണ് ഈ മോദി കെയർ എന്ന കമ്പനി എത്തിയേക്കുന്നത്. 10% മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനി മനസ്സിലാക്കുന്ന മറ്റൊരു പോയിന്റ്, ഈ രാജ്യത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥയിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് നമുക്കിവിടെ റിസഷൻ, ലോകമാന്ദ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയാണ്. ഇവിടെ ആ റിസഷൻ ബാധിക്കാത്ത ബിസിനസ്സാണ് മോദി കെയർ എന്ന് പറയുന്നത്. ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത, ഇടനിലക്കാരും പരസ്യക്കാരില്ലാത്തതുകൊണ്ട് റിസഷൻ ഇതിനെ ബാധിക്കത്തില്ല. ഇത് ഇത്ര നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് 90% ആൾക്ക് അറിയില്ല. ഞാൻ അറിഞ്ഞ ശേഷം എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ചെയ്ത് സർവീസിന് ഇറങ്ങിയ ശേഷം വളരെ സീരിയസ് ആയിട്ട് ഇത് ഞാൻ പ്ലാൻ ചെയ്തു. ഞാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഇതിനകത്തൊരു ബിസിനസ്സിനകത്ത് റിട്ടയർമെന്റിന്റെ പൊസിഷൻ നിൽക്കുകയാണ്. അവിടെ നിന്ന് ബിസിനസ് ആരംഭിച്ചേക്കുക. അപ്പൊ യാത്ര ആരംഭിക്കാൻ കുറെ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നേടാൻ ഈ പ്ലാറ്റ്ഫോം പറ്റുമെന്ന് 100% ഉറപ്പായപ്പോൾ ഞാൻ വേറെ ജോലിക്കൊന്നും നോക്കാതെ തന്നെ ഫുൾ ടൈം ആയിട്ട് ഇതിനെ പ്രവേശിക്കാൻ കാരണം. കാര്യം ഇപ്പോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 6 വർഷം എത്തുന്നു. ആ സമയത്ത് ഏതാണ്ട് 7 കോടി വിറ്റവര് എന്റെ വൈഫിന്റെ പേരുള്ള ലിഷ പ്രകാശ് ഓർഗനൈസേഷൻ മാത്രം വന്നിട്ടുണ്ട്. ആ സമയത്ത് എന്റെ സ്പോൺസർ 10 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നു. 14ാമത്തെ വർഷം അദ്ദേഹം നീങ്ങുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം കൊടുത്ത ഇൻകം, കഴിഞ്ഞ വർഷം മൊത്തം ഈ 11 വർഷം കൊണ്ട് കൊടുത്ത ഇൻകം 100 കോടി രൂപയാണ് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന്. നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റാണ്, വിലയിരുത്തണം. അപ്പൊ അതുകൊണ്ട് 10,000ങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ ഈ ഇൻഡസ്ട്രിക്ക് സാധിച്ചു. ഇവിടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതെങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്ത്യയുടെ സമ്പന്നതയ്ക്ക് കുതിക്കാൻ ഈ കമ്പനി ഇത്ര ശക്തമാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തിക്കൂടാ? ഈ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഇൻകം ഒരു 1 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ വരുമാനം എത്തുമ്പോൾ രാജ്യത്തിന്റെ പുരോഗതിയിൽ നിങ്ങൾ മുതൽക്കൂട്ടായി മാറുന്നു എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക. ബേസിക്കലി നമ്മളെ സമ്പന്നനാക്കാൻ, നമ്മളെ ആരോഗ്യവാനാക്കാൻ, നമ്മുടെ തോട്ട് പ്രോസസ് വലിയ മാറ്റം ഉണ്ടാക്കാൻ, നമ്മളെ മികച്ച ഒരു
ടീം ബിൽഡറായിട്ട് മാറ്റാൻ, നാട്ടിന് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു രീതിയിൽ ഒരാളെ മാറ്റാൻ ഈ ട്രെയിനിങ്ങൾ സഹായിക്കുന്നുണ്ട്. എനിക്കുണ്ടായ മാറ്റം മുഴുവൻ ഈ ഇൻഡസ്ട്രിക്ക് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കധികം ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ഇല്ലാത്ത വ്യക്തിയാണ്, അധികം ആൾക്കാർ സംസാരിക്കാത്ത വ്യക്തിയാണ്. എന്നെ ഇങ്ങനെ ആക്കിയെടുത്തത് ഈ ഇൻഡസ്ട്രി ട്രെയിനിങ്ങുകളാണ്. നിങ്ങൾ എല്ലാം ആവശ്യപ്പെടുന്ന അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ വരുത്താൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ് നിങ്ങൾക്കുള്ളതാണ്. എല്ലാവർക്കും ആകാൻ പറ്റും. ഇനി പ്രത്യേക വിദ്യാഭ്യാസമോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും പ്രശ്നമല്ല. ഈ റഫ്താർ പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യാം. റഫ്താർ ഇസ് എ ഗോ ഡയറക്ടർ വർക്ക്ഷോപ്പ്. ഈ കമ്പനിയുടെ നമ്മളെ ഫസ്റ്റ് ലെവലിൽ എത്തേണ്ടത് 4 പേരെ സ്പോൺസർ ചെയ്തുകൊണ്ട് പവർ ഓഫ് 4 എന്ന റാങ്കിലാണ് ആദ്യം എത്തേണ്ടത്. പിന്നെ എത്തുന്ന അടുത്ത റാങ്ക്, പ്രധാനപ്പെട്ട റാങ്ക് ലെവൽ 2 ആണ്. ലെവൽ 2 എത്തുമ്പോൾ ചിലപ്പോൾ കുറെ പേര് ഡയറക്ടർ എന്ന ലെവലിലേക്ക് എത്തും. ഒരു പവർ ഓഫ് 4 എത്തുന്ന ലെവലിൽ നിന്ന് ഡയറക്ടർ എത്തി. ഡയറക്ടർ എത്തി പിന്നെ നമുക്ക് കാര്യം നിങ്ങൾ ടീം ബിൽഡ് ചെയ്യാൻ പഠിക്കാൻ അവിടെ നിന്നിട്ടാണ്. ഡയറക്ടർ എത്തി തുടങ്ങി നിങ്ങൾ ടീം ബിൽഡിംഗ് ആരംഭിച്ചു. പവർ ഓഫ് 4 തൊട്ട് ടീം ബിൽഡിംഗ് ആരംഭിച്ചു. ഡയറക്ടർ എത്തി അവിടെ നിന്ന് നിങ്ങളുടെ ഓരോ ഓർഗനൈസേഷൻ 4 ഗ്രൂപ്പും ഡയറക്ടർ ആകുമ്പോൾ നിങ്ങൾ പ്ലാറ്റിനം എന്ന റാങ്കിലേക്ക് എത്തി. ഈ 4 ഗ്രൂപ്പും പ്ലാറ്റിനം ആകുമ്പോൾ നിങ്ങൾക്ക് റെഡ് ഡയമണ്ട്, ഡബിൾ റെഡ് ഡയമണ്ട് എന്ന പൊസിഷനിലേക്ക് എത്തി. ഇങ്ങനെയാണ് ഈ ബിസിനസ് പോണത്. അപ്പൊ നമ്മൾ ശരിക്കും പഠിക്കേണ്ട കാര്യം, ഇവിടെ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും ഓവർടേക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ്സാണ്. മേളിൽ നിൽക്കുന്നവർക്ക് വരുമാനം കൊടുക്കുന്ന അങ്ങനത്തെ രീതിയല്ല. മേളിൽ നിൽക്കുന്നവർക്ക് കൂടുതൽ വരുമാനം, താഴെ നിങ്ങൾ അങ്ങനെയല്ല. അത് ഇല്ലീഗൽ പിരമിഡ് സ്കീംസ് ആണ്. ഇത് പ്യോർലി ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള, സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള, എല്ലാം പാലിച്ചുകൊണ്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് മോദി കെയർ എന്ന് പറയുന്നത്. ഇത്തരം കമ്പനികളാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് എന്നെ പോലൊരു വ്യക്തി ബിസിനസ് ഇത്രയും സീരിയസ് ആയിട്ട് ചെയ്യാൻ കാരണം. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ പ്ലാന്റെ പ്രത്യേകത. റഫ്താർ എന്താണ്? ഇവിടെ അൺലീഷ് ദ പവർ വിത്തിൻ യു. നിങ്ങളുടെ ഉള്ളിലുള്ള ആ പവറിനെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തന്നെ പല പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ ഒരു ഓർഗനൈസേഷനെ കൊണ്ടാണ്. ആ ഒരു ട്രെയിനിങ്ങിലേക്ക് ഞാൻ നിങ്ങൾ ആദ്യം സ്വാഗതം ചെയ്യാം. നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഓരോ കാര്യം സെക്ഷൻ നോക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈ ഡയറക്ട് സെല്ലിംഗ്. എന്തിനാണ് ഡയറക്ട് സെല്ലിംഗ്? സൗണ്ട് ഓഫ് പ്ലീസ് സുനിൽകുമാർ. വൈ വി വിൽ ലേൺ വൈ ഡയറക്ട് സെല്ലിംഗ്. എന്തിനാണ് ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നത്? 2, വൈ മോദി കെയർ. എന്തിനാണ് മോദി കെയർ ചെയ്യുന്നത്? ആസാദി കി ശപഥ്. 10 കോമൺ മിസ്റ്റേക്സ്, എല്ലാവരും വരുത്തുന്ന പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകൾ. 10 സ്റ്റെപ്സ് ടു ആസാദി. ഈ ശുരുവാത്ത് എന്ന് പറയും. 10 സ്റ്റെപ്പ് നമുക്ക് ആസാദി കിട്ടാൻ ആവശ്യമുള്ള 10 ശുരുവാത്ത് പ്രോഗ്രാം. വർക്ക് ദ പ്ലാൻ. എങ്ങനെ വരുമാനം ലഭിക്കുന്നത്? 10 പവർഫുൾ പ്രൊഡക്ഷൻ ഡെമോൺസ്ട്രേഷൻസ്. 10 ടിപ്സ് ടു ഡു എഫക്റ്റീവ് ഹോം മീറ്റിംഗ്. ഇതെല്ലാം ഞാൻ എടുക്കുന്നില്ല. പിന്നെ കാതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും ഞാൻ ശ്രമിക്കുകയാണ്. വരുന്ന 30 മിനിറ്റ് ഉണ്ട്. ഓക്കെ. വൈ ഡയറക്ട് സെല്ലിംഗ്. എന്തിനാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത? വൈ, എന്തിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ക്രിയേറ്റ് എ റെസിജ്വൽ സോഴ്സ് ഓഫ് ഇൻകം. ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരിക്കലും നിലയ്ക്കാത്തൊരു വരുമാനം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും നിലയ്ക്കാത്ത വരുമാനം നമുക്ക് ജോലിയിൽ കിട്ടില്ല, ബിസിനസ് ചെയ്യാനും കിട്ടില്ല. ഫ്ലക്ച്വേഷൻ മാറിക്കൊണ്ടിപ്പുണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് 2 തോട്ടം കാണിച്ചിട്ടുണ്ട്. ഒന്ന് മാവിന്റെ തോട്ടം, അപ്പുറത്ത് ഗോതമ്പിന്റെ തോട്ടം ഉണ്ടോ? നമുക്കറിയാം ഇതിനകത്ത് ഏതാണ് എപ്പോഴും നിലനിൽക്കുന്ന വരുമാനം. മാവിന്റെ ഇൻകം നമുക്ക് വർഷങ്ങൾ തരും അല്ലേ? ഗോതമ്പ് ആ ഒരു വർഷം കഴിഞ്ഞാൽ തീരും. പല ബിസിനസ്സുകളും ഈ ഗോതമ്പ് പോലെയുണ്ട്. ആ കുറച്ചുനാൾ ഒരു ഇതുണ്ടാവും, പിന്നെ കാണത്തില്ല. ഇത് എന്നും വരുമാനം തരുന്ന ഒരു പ്ലാനാണ്. 29 വർഷമായിട്ട് ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ഞാൻ കാണുന്നത് 10 വർഷം മുമ്പ് വന്ന എന്റെ സ്പോൺസറാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഇൻകം വാങ്ങിക്കുന്നത്. 2.88 കോടിയാണ് കഴിഞ്ഞ ഒരു വർഷത്തെ അവരുടെ ഇൻകം. കഴിഞ്ഞ ഒരു വർഷത്തെ അവരുടെ ഇൻകം 45 ലക്ഷം ഇൻകം ടാക്സ് കൊടുത്തു. ഈ പ്രോഗ്രാം ഒരു ലൈവ് പ്രോഗ്രാമാണ്. ഞാൻ പറയാൻ കാരണം അത്രയും ഒരു സോഴ്സ് ഓഫ് ഇൻകം ഒരു മുടങ്ങാതെ എല്ലാ മാസവും ഈ വരുമാനം വാങ്ങിക്കുന്നുണ്ട് എന്ന കാര്യമാണ് ആ റെസിഡ്യൂവൽ ഇൻകത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇത് ചെയ്ത് എല്ലാവർക്കും ഒരു 2 to 5 year കൊണ്ട് ഒരു റെസിഡ്യൂവൽ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പൊ അത് മാറിയിട്ട് 2 വർഷം കൊണ്ട് നേടാൻ പറ്റുന്ന ലെവലിലേക്ക് മാറി. പ്ലാന്റെ സ്പീഡ് കൂടി. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, റിസ്ക് ഫ്രീ ബിസിനസ്. നമുക്ക് വേറെ തലവേദനകളോ ഇൻവെസ്റ്റ്മെന്റോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് ഈ ബിസിനസ് ചെയ്യാം. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഈ ബിസിനസ് നമുക്ക് ആരംഭിക്കാം. ഏറ്റവും വലിയ ബ്യൂട്ടി റിസ്ക് ഇല്ല എന്ന കാര്യമാണ്. 3 കാര്യം, യു ക്യാൻ സ്റ്റാർട്ട് നൗ. ഈ നിമിഷം സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ സ്റ്റാർട്ട് ചെയ്യലും കുഴപ്പമില്ല. ഈ ഒരു മോമെന്റിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ ചെയ്യാതെ കുഴപ്പമില്ല. ഇന്ന് തൊട്ട് നമുക്ക് ബിസിനസിനകത്ത് എല്ലാ ദിവസവും നിശ്ചിതമായ സമയം എല്ലാ ദിവസവും മുടക്കണം. ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ മുടങ്ങാതെ ആ കാര്യം നിങ്ങൾ ഒരു 6 മാസം ചെയ്യുമ്പോൾ നിങ്ങൾ സ്വപ്നം കാണുന്ന രീതിയിലുള്ള വലിയൊരു ഇൻകം നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ അതാണ് യു ക്യാൻ സ്റ്റാർട്ട് നൗ. ദെൻ നാലാമത്തെ കാര്യം, പാർട്ട് ടൈം ബിസിനസ്. ഞാൻ ജോലി ചെയ്ത്
എന്റെ ജോലി സമയം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം വൈഫ് പാർട്ട്ണറായിട്ടുള്ള ഈ ബിസിനസിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിന്നു. ലിഷ പ്രകാശ് എന്ന രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ശേഷം എന്റെ പാർട്ട് ടൈമായിട്ട് ഞാൻ ചെയ്തു, വൈഫ് പാർട്ട് ടൈമായിട്ട് ചെയ്തു. അത് പാർട്ട് ടൈമായിട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് നല്ല ലെവലിൽ എത്താൻ സാധിച്ചു. അങ്ങനെ ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ സ്പോൺസേഴ്സ് ദിനേശ് നാരായണൻ ആൻഡ് ജിഷാദ് ബക്കർ അവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അവരുടെ സപ്പോർട്ടും ഈ ടീം ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന്റെ ട്രെയിനിങ് ചാർട്ടുമാണ് നമ്മളെ ഇന്നത് വിജയിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണം. ദെൻ 5ാമത്തെ പോയിന്റ്, നോ പ്രയർ എക്സ്പീരിയൻസ് റിക്വയർഡ്. നിങ്ങൾ ആരാണ് എന്ന കാര്യം പ്രശ്നമല്ല, നിങ്ങൾ എന്താണെന്ന് പ്രശ്നമല്ല. നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ സ്റ്റാൻഡേർഡോ നിങ്ങളുടെ വേ ഓഫ് ലിവിങ് ഒന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് എവിടെ എത്തണമെന്ന കാര്യം ഇമ്പോർട്ടന്റ്. അപ്പൊ മുൻഗണന കാണുന്നത് അല്ല, ഒരു ഏറ്റവും രസകരമായി കാണുന്നത് നമുക്ക് മുൻ പരിചയം ആവശ്യമില്ല എന്നുള്ള സത്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ബിസിനസ്സിലേക്ക് ആകർഷിക്കുന്നത്. ദെൻ 6ാമത്തെ പോയിന്റ്, യു ക്യാൻ ഹെൽപ്പ് പീപ്പിൾ ഏൺ. നിങ്ങൾക്ക് നിരവധി പേർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ കാരണക്കാരനായിട്ട് മാറാം. ഞാൻ പറഞ്ഞു, ഞാനൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു സീനിയർ ഓഫീസറായിട്ട് സ്റ്റേറ്റ് ലെവൽ ഓഫീസറായിരുന്നു, 4 ഡിസ്ട്രിക്റ്റിന്റെ ചാർജുള്ള ഓഫീസറായിരുന്നു. എനിക്ക് അവിടെ വേറൊരാൾക്ക് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല 30 വർഷം കൊണ്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത 5 വർഷം കൊണ്ട് എന്തായാലും 10-100 പേരോൾക്കും അവർക്ക് ചെറിയ ചെറിയ വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ കാരണക്കാരനായി മാറി. എന്റെ കഴിവല്ല, ഈ കമ്പനിയുടെ സിസ്റ്റം അങ്ങനെയാണ്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്ത് നമുക്ക് മാക്സിമം ആഗ്രഹം പുനർവിതരണം ചെയ്യാൻ പറ്റും. ഈ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കാം, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതാണ് ബിസിനസ് ചെയ്യുന്നത്. കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര വരുമാനം വേണമെങ്കിലും ഏൺ ചെയ്യാൻ പറ്റും. 7ാമത്തെ പോയിന്റ്, റെക്കഗ്നീഷൻ ആൻഡ് അപ്രീസിയേഷൻ. നമുക്ക് അംഗീകാരങ്ങള് തുടരെ ലഭിച്ചുകൊണ്ടിരിക്കണ്ടാവും. അതിന് യാതൊരുവിധ ലിമിറ്റും ഇല്ല. എത്ര വേണമെങ്കിലും നമുക്ക് അംഗീകാരം ലഭിക്കും. അപ്പോ അംഗീകാരം നമുക്ക് ഒരു സമയം കഴിഞ്ഞ് നമുക്ക് ഒരു 18 വയസ്സ് തുടങ്ങി ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ കിട്ടുന്ന അംഗീകാരം വയസ്സ് കൂടുന്നവരും കുറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ അങ്ങനെയല്ല, നമ്മളെ ഏത് ലെവലിലും നമുക്ക് അംഗീകാരം കൊടുക്കുക. ദെൻ 8ാമത്തെ, പേഴ്സണൽ ഗ്രോത്ത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നമുക്ക് വ്യക്തിപരമായി നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ പറ്റിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണത്. നമ്മൾ സ്വയം നമ്മുടെ സ്കില്ലുകൾ വളർത്തിയെടുക്കാൻ മാത്രം മതി. നിങ്ങളുടെ സ്കില്ല് വളർത്തിയെടുത്താൽ നിങ്ങളെ ലോകത്തിൽ പിടിച്ചു കിട്ടാൻ ഒരാൾക്കും സാധിക്കില്ല. അപ്പൊ സ്കില്ല് വളർത്തിയെടുക്കാതെ നിങ്ങളുടെ മറ്റുള്ള സംസാരിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കുക. അപ്പൊ ഇങ്ങനെ നമ്മുടെ പ്രസന്റേഷൻ സ്കില്ല് വളർത്തിയെടുക്കുക. അങ്ങനെ സ്കില്ലുകൾ വളർത്തിയെടുത്ത് നമുക്ക് വലിയ രീതിയിൽ വരാൻ പറ്റും. 9ാമത്തെ പോയിന്റ്, ലീവ് എ ലെഗസി ഫോർ ജനറേഷൻസ്. നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണത്. അവരുടെ ലൈഫില് അവർക്ക് ഒരു ജോലിയിലായിരിക്കാം, ജോലി ഉണ്ടായിരിക്കാം, അവരുടെ നമുക്ക് നമ്മുടെ ലെവലില് അവർക്ക് എന്നും വരുമാനം കിട്ടുന്നില്ല. അവരുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ടറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. നിങ്ങളുടെ സമൂഹത്തിലെ ഏറ്റവും നല്ല കോൺട്രിബ്യൂട്ടർ മാറാൻ പറ്റും. നിങ്ങളുടെ നാട്ടിലെ, നിങ്ങളുടെ രാജ്യത്തെ, നിങ്ങളുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടറായിട്ട് മാറാൻ പറ്റും. ഒരു എന്താ പറയാ, സെലിബ്രിറ്റി ലൈഫ് നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റും. എന്റെ സ്പോൺസേഴ്സ് ഒക്കെ സെലിബ്രിറ്റി ലൈഫാണ്. അവർ അത്രമാത്രം ലെവലിലേക്ക് എത്തിയത് ഈ ഒരു ഓർഗനൈസേഷൻ കൊണ്ടാണ്. 10ാമത്തെ പോയിന്റ്, ലൈഫ് ഓഫ് സിഗ്നിഫിക്കൻസ്. നമ്മുടെ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം വരിക. ആ പ്രാധാന്യം ശരിക്കും എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുക. അപ്പൊ അത്ര ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിന് കിട്ടുമെങ്കിൽ അത് നമ്മൾ ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലൈഫ് ലീഡ് ചെയ്ത് പോയാൽ നമുക്ക് എത്ര പ്രാധാന്യം നമുക്ക് ലഭിക്കും. ഇത് അൺലിമിറ്റഡ് ആയിട്ട് വളരാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. സോ എല്ലാവരും ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ, കുടുംബത്തിലെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന പൊസിഷനിലേക്ക് നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും അറിയുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോലെ കിടക്കാം. വൈ മോദി കെയർ? ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു. ഇനി മോദി കെയറിന്റെ പ്രാധാന്യം നോക്കാം. മോദി കെയർ ഇന്ത്യസ് ഫസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി, ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. അപ്പൊ അതിന് ഏറ്റവും വലിയ കാര്യം 1996 മാർച്ച് 30 മോദി കെയർ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് പഠിക്കേണ്ട വിഷയവും. ഇതൊരു എന്താ പറയാ, എന്നും ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഓക്കെ. ദെൻ അടുത്ത പോയിന്റ്, സെക്കൻഡ്, ഇതിന്റെ റിച്ച് ഹെറിറ്റേജ്, അവന്റെ പാരമ്പര്യം നോക്കുക. കളർ ബാർ US എന്ന് പറയുന്ന അമേരിക്കയിൽ നിന്ന് ഇറക്കിയ കമ്പനിയാണ്. 2500 കോടി വിറ്റുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ കളർ കോസ്മെറ്റിക്സ് ഉണ്ടാക്കുന്ന 3ാമത്തെ കമ്പനിയാണിത്. ഫസ്റ്റ് കമ്പനി എലിസബത്ത് ആർഡൻ, സെക്കൻഡ് കമ്പനി ഗുച്ചി, തേർഡ് കമ്പനി കളർ ബാർ USA. ഇത് അമേരിക്കയിലാണ്. 2500 കോടി വിറ്റുണ്ട്. ആ ഓർഗനൈസേഷൻ എന്റെ ഉൽപ്പന്നങ്ങൾ ഇപ്പോ മോദി കെയർ വഴിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമുക്കിവിടെ ലുലു മാളിലും അങ്ങനത്തെ മാളുകളിലേക്ക് കിട്ടും. ആ പ്രൊഡക്റ്റ് നമുക്ക് അതിന് 3 വിലക്ക് മോദി കെയറോട് ലഭിക്കും.
ഇത് പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇൻഡോഫിൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ദെൻ മോഡി എന്റർപ്രൈസസ്, ദെൻ ഗോഡ്ഫ്രേ ഫിലിപ്സ്, കെ മോഡി ഗ്രൂപ്പ്, മോദിഗർ ഫൗണ്ടേഷൻ. ഈ പറഞ്ഞ കമ്പനികളെല്ലാം, അങ്ങനെ കമ്പനിക്ക് ഇന്ന് 120 രാജ്യങ്ങളിൽ 30,000 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. 120 രാജ്യങ്ങളിൽ. ഇപ്പൊ കഴിഞ്ഞ 90 കാണിച്ചാണ്, ഇന്ന് 120 രാജ്യങ്ങളായി. പഴയൊരു ഇതാണത്. തേർഡ്, ഇദ്ദേഹമാണ് നമ്മുടെ കമ്പനിയുടെ സ്ഥാപകൻ, ഫൗണ്ടർ, സമീർ മോഡി. ആസാദി പ്ലാൻ 2.0, മൈ ഡ്രീം ഈസ് ആസാദി ഫോർ ഓൾ, എല്ലാവർക്കും ആസാദി കൊടുക്കുക. ആ ഒരു വലിയ മിഷനാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പോ ഓരോ ഇന്ത്യക്കാർക്കും ആസാദി കൊടുക്കുക എന്നുള്ള ആ ഡ്രീമാണ് എന്നെ ഇതിനകത്ത് ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ കമ്പനി ഇന്ത്യയിൽ ഇത് വന്നിട്ടില്ല. അപ്പൊ ഈ കമ്പനിക്ക് അത് സാധിക്കുമെങ്കിൽ നമ്മൾ എങ്ങനെ എത്ര വേഗത്തിൽ ചെയ്ത് എത്ര പേർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും നോക്കണം. 4-ാമത്തെ മോദിക്ക് തന്നെ പ്രത്യേകത പറയാണ്. ഇപ്പോ കമ്പനിക്ക് 17 കാറ്റഗറിയിൽ 800-ലധികം ഉൽപ്പന്നങ്ങളുണ്ട്. 17 കാറ്റഗറിയിൽ. ഇതിനേക്കാളും കൂടുതൽ കാറ്റഗറി ഇപ്പോ. അപ്പോ 17 കാറ്റഗറി 800-ലധികം ഉൽപ്പന്നങ്ങൾ കമ്പനിക്ക് ഉണ്ടെന്ന് സത്യം മനസ്സിലാക്കുക. അതിനകത്ത് വെൽനെസ്, നമുക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ്സ്, നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ്സ്, മേക്കപ്പിന് ഉപയോഗിക്കുന്ന കളർ കോസ്മെറ്റിക്സ്, അതുകൊണ്ട് നേരത്തെ പറഞ്ഞ കളർ ബാർ യൂഎസ്എയുടെ ഒരു വെറൈറ്റിയാണ്. സ്കിൻ കെയറിനകത്ത് കുറേയധികം ഉൽപ്പന്നങ്ങൾ, ഫുഡ് ആൻഡ് ബെവറേജിനകത്ത് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, ദെൻ ഓട്ടോ കെയർ, വണ്ടി സംരക്ഷിക്കാൻ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ, പേഴ്സണൽ കെയർ, വ്യക്തിപരമായ ശുചിത്വം പാലിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, പേസ്റ്റ്, ബ്രഷ് ആൻഡ് ഹെയർ കളറിംഗ് ഷാമ്പു അടക്കം, ദെൻ ലോണ്ടറി കെയർ, നാച്ചുറൽ ആയിട്ടുള്ള എൻസൈം ബേസ്ഡ് ആയിട്ടുള്ള അലക്കുന്ന ഉൽപ്പന്നങ്ങൾ. നമുക്ക് അവിടെ കേൾക്കാൻ പറ്റും. ഇത് ഭൂമിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭൂമിക്ക് ഒരിക്കലും നാശം ഉണ്ടാവില്ല. അങ്ങനത്തെ ബയോഡീഗ്രേഡബിൾ ഉൽപ്പന്നങ്ങളാണ് എല്ലാം തന്നെ. ഹോം കെയർ, അതും നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. പിന്നെ അഗ്രി കെയർ, കൃഷി സംരക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ. ദെൻ അതേഴ്സ്, നമുക്ക് വാച്ച്, ക്ലോക്ക്, അങ്ങനത്തെ ഐറ്റംസ്, ബാഗുകൾ, ഐറ്റംസ് ഒക്കെ. ദെൻ ജ്വല്ലറി, നമുക്ക് ഗോൾഡ് പ്ലേറ്റ് ജ്വല്ലറി നമുക്കുണ്ട്. ലൈഫ് സ്റ്റൈൽ, കുക്കു എയർ പ്യൂരിഫയർ, അല്ലെ വാട്ടർ പിക്ചർ, ആൽക്കലൈൻ വാട്ടർ പിക്ചർ. നമുക്ക് വെള്ളം, തിളപ്പിച്ച വെള്ളം ഈ ആൽക്കലൈൻ പിക്ചർ ഒഴിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ അസിഡിക് പവർ മാറി ആൽക്കലി ആക്കി തരുന്നു. ആ വെള്ളം നമുക്ക് കുടിക്കാം. ഒരു സമയത്ത് നമുക്ക് 1.8 ലിറ്റർ ശേഖരിക്കാൻ പറ്റും. തിളപ്പിച്ച വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ ആ ആൽക്കലൈൻ പിക്ചർ. ഞാനത് അറിഞ്ഞ അന്ന് ഈ സാധനം എന്റെ വീട്ടിൽ വാങ്ങി. ഈ കുക്കും പറഞ്ഞ് ഇറങ്ങിയതിന്റെ ഫസ്റ്റ് ഞാൻ സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചു. അത്രയും ഹെൽപ്ഫുൾ ആയിട്ട് മാറിയ ഒരു ഉൽപ്പന്നമാണല്ലോ ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ. SM വാച്ചസ് എന്റെ കയ്യില് ഞാൻ ഈ വാച്ച് SM വാച്ചസ്, സമീർ മോദി വാച്ചസ്, കമ്പനിയുടെ സ്വന്തം പേരിൽ വാച്ചുകൾ. ഈ വാച്ച് ധരിക്കുമ്പോൾ നമുക്ക് അപ്പുറത്ത് കാണുന്ന ഡിവൈൻ ചന്ദനത്തിരി, ഈ ചന്ദനത്തിരി ഉപയോഗിക്കുമ്പോൾ, ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്നു. നേരത്തെ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന വരുമാനം നമുക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു. എത്ര ആവേശകരമായ ന്യൂസ് ആലോചിക്കും. ഈ ബിസിനസ് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം നമ്മൾ ഉപയോഗിച്ച് ഇത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ കമ്പനി നമുക്ക് 100% ഗ്യാരണ്ടി തരിക. വാങ്ങിച്ചു പോയിച്ച് ഇഷ്ടപ്പെട്ടെങ്കിലോ മടക്കി കൊടുക്കാം, പണം പണം തിരിച്ചു തരും. ഈ ഉറപ്പ് പോരെ ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ, ഇന്ത്യയിൽ ഏറ്റവും മികച്ച ബിസിനസ് ആകാൻ ഈ ഒറ്റ കാര്യം മാത്രം മതി. 5-ാമത്തെ പോയിന്റ്, വാല്യൂ ഫോർ മണി. ഇത് പറയുന്നുണ്ട്, കോമ്പറ്റീറ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രൈസ്. വില വളരെ കുറവായിരിക്കും. പ്രൈസ് ടു സെൽ ആൻഡ് മേക്ക് ഗ്രേറ്റ് ഇമ്പാക്ട്. പറയുന്ന കാര്യം ചെയ്തിരിക്കും. അതിനകത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ടോ, പല്ലിന്റെ പുളിപ്പ് മാറും എന്ന് പറഞ്ഞ് പേസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങി. പല്ലിന്റെ പുളിപ്പ് മാറി, പല്ലിന്റെ പോട് മാറി, മോണപ്പഴുപ്പ് മാറി. ഒരു പേസ്റ്റിന് കാര്യം പറയാം. അങ്ങനത്തെ എല്ലാ ഉൽപ്പന്നങ്ങളും, ഈ മസാലകളിലൊക്കെ മായമില്ലാത്ത മസാല കിട്ടാൻ ഇന്ന് മോദിക്കാരനെ ആശ്രയിക്കേണ്ട ഗതികേട് നമ്മുടെ അറിഞ്ഞു. മായമില്ലാത്ത വെളിച്ചം കിട്ടാൻ മോദിക്കാരനെ ആശ്രയിക്കേണ്ട ഗതികേട് വന്നിക്കുക. അതാണ് നമ്മുടെ സിറ്റുവേഷൻ. നമ്മുടെ രാജ്യം ഉറ്റുനോക്കുന്ന കമ്പനിയുടെ മോദിക്കാർ മാറാൻ ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ മാത്രം മതി. ഇത് എത്ര പേരിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നു, അതാണ് നിങ്ങളുടെ വിജയം. ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ്. ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ഒരു ഇന്റർനാഷണൽ ലെവലിൽ പ്രൊഡക്റ്റ് ലഭിക്കുന്ന എല്ലാ പാരാമീറ്റേഴ്സും ഇവിടെ പാലിച്ചിട്ടുണ്ട്. ആ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഇവിടെ ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. കാരണം നമുക്ക് വാങ്ങി ഉപയോഗിക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഉറപ്പാണ്. 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി കിട്ടുന്ന ഉറപ്പാണ്. 14 കാറ്റഗറിയില്ല, 17 കാറ്റഗറി, 750 SKU മാറി 800 SKU ആയി. ഓക്കെ, 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി. ഒരു വാങ്ങി ഉപയോഗിച്ച് നമുക്ക് തൃപ്തികരമല്ലെങ്കിൽ 30 ദിവസം മടക്കി കൊടുക്കാൻ പണം ലഭിക്കും. ഇത് ഇന്ത്യയിൽ ഒരു കമ്പനിയും കൊടുക്കാത്ത കാര്യം. അതിന് സമീർ മോദി എന്ന വ്യക്തിയുടെ പ്രത്യേകത. 7-ാമത്തെ കാര്യം, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി കമ്പനി, ഓൾമോസ്റ്റ് 10 times ഇൻ ലാസ്റ്റ് 5 years. കണ്ടാ, ഇത് 97 കോടി 2014 97 കോടി, 96 തുടങ്ങിയ കമ്പനി. പിന്നെ 2021 ഈ കമ്പനി 1000 കോടി. ഇത്
രേഖപ്പെടുത്തി വെക്കണമാണ്. ഒരു 5 വർഷം കൊണ്ട് ഒരു കമ്പനി 1,200 കോടിയിലേക്ക് മാറാൻ സാധിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ എടുത്തു പറയാൻ. ആ ഒരു ഗ്രോത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 8ാമത്തെ പോയിന്റ്, സമീർ മോദി MD ആൻഡ് ഫൗണ്ടർ. ഇദ്ദേഹം വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ ജനങ്ങൾ പുള്ളിക്ക് ഭയങ്കര പാഷനാണ്. ബിൽഡിംഗ് ദ നേഷൻ ലൈക്ക് ഗ്രാൻഡ് ഫാദർ, ലൈക്ക് സൺ. ഉണ്ടാ രാഷ്ട്രം നിർമ്മിക്കാൻ, രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി അദ്ദേഹം കോടികൾ മുടക്കുകയാണ്. കാര്യം ഇദ്ദേഹം ജനിക്കുമ്പോൾ തന്നെ കോടീശ്വരനാണ്. മോദി എന്റർപ്രൈസ് നിങ്ങൾക്ക് അറിയാം. മോഡി സെറോക്സ്, മോഡി ലുഫ്താൻസ, മോഡി ടയർ, ഇതൊക്കെ ഇതെല്ലാം കമ്പനിയുടെ ഓണറാണ് ഇരിക്കുന്നത്. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം രാജ്യത്തിന് പുനർനിർമ്മിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് മോദി കെയർ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി അദ്ദേഹം രജിസ്റ്റർ ചെയ്യുന്നത്. സോ ബിഗ് സല്യൂട്ട് ടു മിസ്റ്റർ സമീർ മോദി. സമീർ മോദി ഇന്ന് കടപ്പാർ യൂസിന്റെ ഓണറാണ്, മോദി കെയറിന്റെ ഓണറാണ്. 24/7 എന്നൊരു റിട്ടയർ ഷോപ്പ് നടത്തുന്നുണ്ട് ഡൽഹിയിൽ. അത് ഇന്ത്യ ഒട്ടാകെ വരികയാണ്. 24 hours ആ കടയിൽ നമുക്ക് സാധനം വാങ്ങിക്കാൻ പറ്റും. അതിന്റെ ഫൗണ്ടറാണ്. കുറെ ഇൻഡസ്ട്രിയൽ പോലീസിന്റെ ഹെഡ് ചെയ്യുന്നുണ്ട്. കോൺഫറൻസ് ഓഫ് ഏഷ്യ പസഫിക് ചാമ്പ്യൻസ് ഓഫ് കൊമേഴ്സിന്റെ കാക്സി എന്ന് പറയും. ഇന്ത്യ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ടോപ്പ് നിൽക്കുന്ന കമ്പനി, അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു. മെമ്പർ ഓഫ് ഇന്റർനാഷണൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, നാക്സ് എന്ന് പറയും, നാഷണൽ അസോസിയേഷൻ ഓഫ് കൺവീനിയൻസ് സ്റ്റോഴ്സ് USA, അതിന്റെ മെമ്പർ ആയിരുന്നു. അങ്ങനെ നിൽക്കുന്ന വ്യക്തിയാണ്. വേൾഡ് ഫെഡറേഷനിൽ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ട് മോദിക്കർ. ഇന്ത്യയിൽ ഉള്ള അപൂർവ മെമ്പർഷിപ്പിൽ ഒന്നാണ് മോദിക്കറുള്ളത്, വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലേഴ്സ്. 10ാമത്തെ പ്രസിഡന്റ്, വേൾഡ് ക്ലാസ് ട്രെയിനിങ് സപ്പോർട്ട്. നമുക്ക് SPBM എന്ന അക്കാഡമി ഉണ്ട്. ഈ അക്കാഡമിയിൽ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് എനിക്കൊരു 10 ലക്ഷം വരുമാനം വാങ്ങിക്കണം, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആവശ്യപ്പെട്ടാല് അക്കാഡമി നിങ്ങൾക്ക് കാണിച്ചു തരും. അതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് 10 ലക്ഷം വരുമാനം കിട്ടും. നിങ്ങൾക്ക് 1 ലക്ഷം വരുമാനം വേണം, അത് കാണിച്ചു തരും. നിങ്ങൾക്ക് 50,000 വരുമാനം വേണം, എനിക്ക് വരുന്ന 3 മാസം കൊണ്ട് 50,000 വരുമാനം വേണം, ഞാൻ എന്ത് ചെയ്യണം? അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അവര് കൃത്യമായിട്ട് കാണിച്ചു തരും എന്താ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അപ്ലൈനെ പോലെ സഹായിക്കുന്ന ഒരു SPB അക്കാഡമി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ സാധിക്ക് ശബ്ദം ഞാൻ ആ ഒരു പോർഷൻ എടുക്കുന്നില്ല. അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ആളുകൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട 10 അബദ്ധങ്ങൾ, കോമൺ മിസ്റ്റേക്സ്. ഇത് പറയേണ്ടത് ആവശ്യമാണ്. കാരണം ഞാനും കുറെ അബദ്ധം ചെയ്ത വ്യക്തിയാണ്. ആ അബദ്ധങ്ങളിൽ ഞാൻ പഠിച്ചത്. അപ്പൊ നിങ്ങൾ അബദ്ധം ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അബദ്ധം ചെയ്യാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് സഹായിക്കും. കാര്യം എന്റെ 6 വർഷം നിങ്ങൾക്ക് ഈ ഒരു മീറ്റിംഗ് കൊണ്ട് ലാഭിക്കാൻ പറ്റും. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ബിസിനസ് വരുന്ന സമയത്ത് അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്താൽ മാത്രം മതി. ആ കോമൺ 10 മിസ്റ്റേക്സ് എന്തൊക്കെയാണ് നോക്കൂടെ. ഫോളോ ദ ടൈം ട്രേസർ സിസ്റ്റം, റീ ഇൻവെന്റ് ദ വീൽ. വീല് പുതുതായിട്ട് കണ്ടെത്തേണ്ട ആവശ്യമില്ല, വീല് വട്ടത്തിന് ഇരിക്കണം. ചില ആൾക്കാർ വീല് സ്ക്വയർ ആക്കി നോക്കും. ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കാം, വെറുതെ പരീക്ഷിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. വീൽ എപ്പോഴും വട്ടത്തിലേ പോകുള്ളൂ വണ്ടി. ഇങ്ങനെ പോയാൽ വണ്ടി മുമ്പോട്ട് നീങ്ങില്ല. ചതുരത്തിൽ വീലുണ്ടാക്കാൻ ശ്രമിക്കരുത്. നമുക്ക് കമ്പനിക്ക് ഓൾറെഡി തന്നെ ഒരു സിസ്റ്റം ഉണ്ട്. 4 ബേസിക്സ് എന്ന് പറയും. ലിസ്റ്റ് ഉണ്ടാക്കുക, ഇൻവൈറ്റ്, എങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കണം, അപ്പൊ എങ്ങനെ അവരെ കോർപ്പറേറ്റ് ഇൻവിറ്റേഷൻ ചെയ്യണം, എങ്ങനെ ഈ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, എങ്ങനെ ഒരു ഫോളോ അപ്പ് ചെയ്യണം. ആ 4 സിസ്റ്റവും അടക്കമുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് സ്വപ്നം നമുക്ക് ഉണ്ടായിരിക്കണം. ആ സ്വപ്നങ്ങളെ ഫേസ് എന്തൊക്കെ ചെയ്യണം, വ്യക്തമായൊരു കാര്യമുണ്ട്. അപ്പൊ ഒരു സിസ്റ്റം ബേസ്ഡ് ബിസിനസ് ആണ്. ആ സിസ്റ്റമാണ് പഠിക്കേണ്ടത്. പ്രൊഡക്റ്റ് പഠിക്കണം, പ്രൊഡക്റ്റ് നോളജ് വേണം, സിസ്റ്റം നോളജ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ടിന്റെ കോമ്പിനേഷൻ ആണ് എന്റെ വിജയം. അപ്പൊ ഈ ഇവന്റ് വീൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എല്ലാവരും സിസ്റ്റത്തിൽ ഫോളോ ചെയ്യാൻ മതി. നിങ്ങളുടെ രീതിയിലൊന്നും ഈ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ സ്പോൺസർ ചെയ്യുന്ന അപ്ലൈനെ 1 മാസം ആശ്രയിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ബിസിനസ് മുഴുവൻ തന്നെ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ, റെഫ്യൂസിങ് ടു ബി ടീച്ചബിൾ ആൻഡ് കോച്ചബിൾ. നമ്മൾ ആര് പറഞ്ഞാലും എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം അത് മിണ്ടരുത്. കേൾക്കാൻ ശ്രമിക്കുക, വീണ്ടും 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 കേൾക്കുക. അപ്പോ refusing to be teachable and coachable. If you are not willing to learn, no one can help you. നിങ്ങളെ പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ ലോകത്തിൽ ആർക്കും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. Then if you are determined to learn, നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ no one can stop you. പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാറാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഒരാൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നല്ല വാക്കാണല്ലേ. ആ 2ാമത്തെ പോയിന്റ്. 3ാമത്തെ പോയിന്റ്, മിസ്റ്റേക്ക് വരുന്ന നോക്കി. ഇവിടെ ഇരിക്കുന്ന കൊമ്പ് വെട്ടരുത്. നമ്മൾ ബിസിനസ് ചെയ്യാണ് കണ്ടാ. ഇൻ എ ഡെവലപ്പിംഗ് ബിസിനസ്, ഇറ്റ് ഈസ് അവർ എബിലിറ്റി ടു സ്റ്റേ പെർസിസ്റ്റന്റ് ഈവൻ വെൻ വി ആർ അനേബിൾ ടു സീ എനി ഗ്രോത്ത് ഓൺ സർഫേസ്. നമ്മൾ പെട്ടെന്ന് ജോയിൻ ചെയ്ത് പെട്ടെന്ന് വളർന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലൈക്ക് എ ചൈനീസ് ബാംബു ട്രീ. നിങ്ങളത് ഉറച്ചു നിൽക്കുക. ആരെങ്കിലും പറഞ്ഞിട്ട് എടുത്തിയാടി ബിസിനസ് ഇട്ടിച്ച് പോണ കാര്യം ചെയ്യരുത്. ക്വിറ്റേഴ്സ് നെവർ വിൻ, വിന്നേഴ്സ് നെവർ ക്വിറ്റ്. ഈ വാക്കുകൾ ഓർത്തിരിക്കുക. ക്വിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും വിൻ ചെയ്യാറില്ല. വിൻ ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും കിട്ടിയാറുമില്ല. അവരെപ്പോഴും പിടിച്ചിരിക്കുന്നത്. അതിന് പറയുന്നത് കൺസിസ്റ്റൻസി ആൻഡ് പെർസിസ്റ്റൻസി എന്ന് പറയും. ചെയ്യുന്ന കാര്യം തുടർച്ചയായിട്ട് ചെയ്യാം, ഉപേക്ഷ വിചാരിക്കാതിരിക്കുക.
ഈ 2 വാക്കുകളാണ് പഠിക്കേണ്ടത്. ഇരിക്കുന്ന കൊമ്പ് വെട്ടരുത്. നിങ്ങളെ കമ്പനിയുടെ എന്തൊക്കെയോ മാറ്റത്തിന് നിങ്ങൾ മാറ്റമുണ്ടോ, ആ മാറ്റത്തിന് നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി. 4ാമത്തെ പോയിന്റ്, നോട്ട് ടോക്കിംഗ് ടു ഇനഫ് പീപ്പിൾ. നമുക്ക് ഒരാളെ പ്ലാൻ കാണിച്ചു കൊടുത്തു, 2 ആളെ പ്ലാൻ കാണിച്ചു കൊടുത്തു, 3 ആളെ പ്ലാൻ കാണിച്ചു കൊടുത്തു, അവർ ജോയിൻ ചെയ്യില്ല. അയ്യോ, അവർ ജോയിൻ ചെയ്യില്ല. അപ്പൊ എനിക്കെന്തോ കുഴപ്പമൊന്നും ചിന്തിക്കില്ല, പ്ലാനിന് എന്തോ കുഴപ്പമൊന്നും ചിന്തിക്കുള്ളൂ. ഞാൻ ആദ്യം 16 പേർക്ക് പ്ലാൻ കൊടുത്തു. അപ്പൊ എനിക്ക് പ്ലാൻ പറയാൻ അറിയില്ലായിരുന്നു. എന്റെ അപ്ലൈ നിൽക്കുന്ന കോഴിക്കോടാണ്. ഞാൻ തന്നെ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഉദ്ദേശിച്ച പോലെ വളരാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായി ഈ ബിസിനസ് ക്വിറ്റേഴ്സ് നെവർ വിൻ, വിന്നേഴ്സ് നെവർ കിട്ടുന്ന മനസ്സിലായി. കിറ്റ് ചെയ്താലും രക്ഷപ്പെടാൻ പറ്റില്ല, കിറ്റ് ചെയ്തെങ്കിലും രക്ഷപ്പെടും. രക്ഷപ്പെട്ട ആൾക്കാരെല്ലാം കിറ്റ് ചെയ്യാതിരിക്കുന്നത് മനസ്സിലായപ്പോൾ ഞാൻ പതുക്കെ 17ാമത്തെ പ്ലാൻ കൊടുത്തു. ആ 17ാമത്തെ ആൾ ഡയമണ്ടായി. 16 പ്ലാൻ എടുത്ത് നിർത്തിയിരുന്നെങ്കിലോ, ആരെങ്കിലും പറഞ്ഞ വാക്ക് കേട്ടിരുന്നെങ്കിലോ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. അത്രയും സിമ്പിളാണ് ബിസിനസ്. നമുക്ക് കൂടുതൽ പേരെ പ്ലാൻ കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഓൺലി വേ ടു ഗ്രോ എ ബിസിനസ് ഈസ് ടു കൺസിസ്റ്റന്റ്ലി ഇൻട്രൊഡ്യൂസ് ഫ്രഷ് ഫേസസ്. പുതിയ ആളുകൾ എല്ലാ മാസവും നിങ്ങൾ ബിസിനസ്സിൽ വരേണ്ടത് ആവശ്യമുണ്ട്. ദ ഡേ യു സ്റ്റോപ്പ് ഇൻട്രൊഡ്യൂസിങ് ന്യൂ പീപ്പിൾ, പുതിയ ആൾക്കാർ ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നും സ്റ്റോപ്പ് ചെയ്തോ, യുവർ ബിസിനസ് വിൽ സ്റ്റാർട്ട് സ്ലൈഡിങ് ബാക്ക്വേർഡ്. നിങ്ങൾ ബിസിനസ് സ്റ്റക്കായി നിൽക്കാൻ പറ്റും. ചില ആൾക്കാർ 2-3 പേരെ സ്പോൺസർ ചെയ്തിട്ട് അവരെ മാത്രം നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും ചെയ്യരുത്. നമ്മൾ കൂടുതൽ വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാർക്ക് ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ ഉൽപ്പന്നം കുറിച്ചും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത്. അവർക്ക് പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഇത് പ്രൊഡക്റ്റ് വിറ്റ് നടക്കുന്ന ബിസിനസ് അല്ല. എന്നെപ്പോലെ ഒരു ഉദ്യോഗസ്ഥന് വരാൻ കാരണം എനിക്ക് ഈ വാക്ക് ഇഷ്ടപ്പെട്ടപ്പോഴാണ്. പ്രൊഡക്റ്റ് വിറ്റ് കിടന്ന് ഓരോ ഡോർ ടു ഡോർ സെല്ലിംഗ് ബിസിനസ് അല്ലത്. ഇത് റെഫറൽ സെയിൽസ് മാത്രമേ നടക്കുന്നുള്ളൂ. പ്രൊഡക്റ്റ് വിറ്റ് കിടന്നിട്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് വരുമാനം ഉണ്ടാക്കാം. പക്ഷെ അത് ടെമ്പററി വരുമാനമാണ്. ആ പ്രൊഡക്റ്റ് വിറ്റ് കിടന്നവർ ഇന്നുവരെ വലിയ വിജയം ഉണ്ടാക്കിയ ആരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്റെ ഇത്തരം അനുഭവത്തിനകത്ത്. മറിച്ച് റെഫറൽ സൈറ്റിലൂടെ ടീം ഉണ്ടാക്കി നെറ്റ്വർക്ക് ഉണ്ടാക്കി ചെയ്യുന്ന ആൾക്കാരെ വിജയിക്കണം. അപ്പൊ നമുക്ക് കൂടുതൽ വ്യക്തികളെ ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് ബിസിനസിന്റെ ഒരു മിനിമം ഗ്യാരണ്ടി നമുക്ക് തരുന്ന കാര്യമാണ്. അപ്പൊ നമുക്കിപ്പോ ആ പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ പ്രിഫേർഡ് കസ്റ്റമറാക്കി മാറ്റാം, അല്ലാത്ത വ്യക്തിയിലെ അഡ്വൈസർ ആക്കി മാറ്റാം. ഈ അഡ്വൈസർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഉപദേശിക്കാൻ രീതിയിൽ അതിനെ പ്രാപ്തനാക്കി എടുക്കാൻ വേണ്ടി ഇത്തരം ട്രെയിനിങ്ങുകളിൽ അവരെ പങ്കെടുപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ നമ്മൾ കൂടെ വന്ന എല്ലാവർക്കും തന്നെ ഇതിന്റെ വീഡിയോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമാണ്. 5ാമത്തെ പോയിന്റ്, നെയ്തർ എ ബോറോവർ നോർ എ ലെൻഡർ. നമ്മൾ ഒരു ബോറോവർ ലെൻഡറായിട്ട് നിൽക്കരുത്. ഇറ്റ് ക്യാൻ ലീഡ് ടു ബാഡ് ഡെപ്റ്റ്സ്. ഉണ്ടോ, നമ്മൾ കടം കൊടുക്കുന്ന ആളാവരുത്, കടം വാങ്ങുന്ന ആളാവരുത്, രണ്ടും ചെയ്യരുത്. നോ ക്രെഡിറ്റ് പ്ലീസ് ഡോണ്ട് ആസ്ക്. ഉണ്ടോ, ഇത് നിങ്ങൾ തമ്മിൽ സ്പോയിൽസ് നശിപ്പിക്കും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നശിപ്പിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നശിപ്പിക്കാൻ നോക്കുക. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഐ ഗേവ് ക്രെഡിറ്റ്, ഞാൻ കടം കൊടുത്തു, ഹി നോ ഗീവ്, അവൻ തിരിച്ചു തന്നില്ല, ഐ ഗെറ്റ് മാൻ, എനിക്ക് ആകപ്പെടെ അസ്വസ്ഥമായി. അടുത്ത വാക്ക് പറയാണ്, ഹി ആസ്ക് മീ ക്രെഡിറ്റ്, അവനോട് കടം ചോദിച്ചു, ഐ നോ ഗീവ്, ഞാൻ കൊടുത്തില്ല, ഹി ഗെറ്റ് മാൻ, അവൻ ആകെ ദേഷ്യമായി. ബെറ്റർ ഹി ഗെറ്റ് മാൻ, അവൻ കുറച്ച് ദേഷ്യപ്പെട്ടോട്ടെ, കുഴപ്പമില്ല എന്ന് ചോദിച്ചാൽ കടം കൊടുക്കരുതെന്ന് അർത്ഥം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 6ാമത്തെ പോയിന്റ്, പ്രോക്രാസ്റ്റിനേഷൻ. എപ്പോഴും നമുക്ക് പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള മിസ്റ്റേക്കാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യം നാളത്തേക്ക് മാറ്റിവെക്കരുത്, ഒരിക്കലും ചെയ്യരുത്. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യണം. പ്രോക്രാസ്റ്റിനേഷൻ നിങ്ങളെ വിജയം തടസ്സപ്പെടുത്തുന്ന ഘടകമാണ്. ദിസ് ബിസിനസ് ഡിമാൻഡ്സ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആൻഡ് സെൻസ് ഓഫ് അർജൻസി. ചെയ്യാൻ പാടാത്ത കാര്യം പറയുന്നത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞത് എന്താ, നൗ ഏറ്റെടുക്കണം, ലേറ്റർ പിന്നീട്, ടുമാറോ നാളെ, നെക്സ്റ്റ് വീക്ക്, അതൊന്നും ഒരിക്കലും ചെയ്യരുത്. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യാൻ ഇപ്പൊ തന്നെ ചെയ്തോളണം, നാളത്തെ വെക്കരുത്. എന്ത് കാര്യം അങ്ങനെ വിജയിക്കാൻ ആവശ്യമുള്ള ആൾക്കാർ എല്ലാവരും ചെയ്യുന്ന ഈ ഒരു സ്റ്റെപ്പാണ്. 7ാമത്തെ പോയിന്റ്, ടേക്കിംഗ് റിജക്ഷൻസ് ടു ഹാർട്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒബ്ജക്ഷൻ പറയുമ്പോൾ, ഓ അവൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞത് ഓൺലി ബിസിനസ് റിജക്ഷൻസ് മാത്രമേ ഉള്ളൂ. മെയിൻറ്റെയിൻ എന്തൂസിയാസം, നിങ്ങളുടെ ആവേശവും ഒന്നും കെട്ടടങ്ങരുത്. കണ്ടാ, ട്രീറ്റ് ദിസ് ലൈക്ക് എ റിയൽ ബിസിനസ്. ഒരു യഥാർത്ഥ നിങ്ങൾ ഒരു 10 ലക്ഷം മുടക്കിയ ബിസിനസ് ആണെന്ന് ധരിക്കുക. ഇവിടെ 10 പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ആരും നിങ്ങൾ ബിസിനസ് കുറച്ച് കാണരുത്, ഓ ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലോ എന്ന് പറഞ്ഞ് കുറച്ച് കാണരുത്. നിങ്ങൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ് ആണെന്ന് കാണണം, എന്നാലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഇഫ് യു $1 million ഇൻവെസ്റ്റഡ് ഇൻ ദിസ് ബിസിനസ്, ഞാൻ പറഞ്ഞ പോയിന്റ്, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് 10 ലക്ഷം നിങ്ങൾ മുടക്കിയിട്ടുണ്ട്, അങ്ങനെ ബിസിനസ് കാണണം. അപ്പൊ നിങ്ങൾ സീരിയസ് ആയിട്ട് എല്ലാ കാര്യം ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ആവേശം, നിങ്ങളുടെ എന്തൂസിയാസം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. കാരണം നിങ്ങളുടെ എനർജിയാണ് ഈ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ ബിസിനസ് 100% സക്സസ്ഫുൾ ആണ്. 8ാമത്തെ കാര്യം, ടേക്കിംഗ് അഡ്വൈസ് ഫ്രം നോൺ എക്സ്പെർട്സ്. ഒരു പരിചയമില്ലാത്ത നിങ്ങളുടെ അങ്കിള്, ആന്റി, അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻ, നിങ്ങളുടെ വൈഫ്, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മയോടൊക്കെ ചോദിച്ച് ഇതെങ്ങനെ ഞാൻ ചെയ്താൽ വിജയിക്കും എന്ന് ചോദിച്ചാല്
ഇത് അങ്ങനെ പറയണമെങ്കിൽ ആദ്യം നിങ്ങളെ പ്ലാൻ കാണിച്ച ആ വ്യക്തിയോട് ചോദിക്കാം. അദ്ദേഹത്തിന് വിജയിച്ച ആൾക്കാർ ആരാണോ അവരോട് ചോദിക്കാം. അപ്പൊ എപ്പോഴും എ പേഴ്സൺ വിത്ത് എക്സ്പീരിയൻസ് സ്പീക്സ് മോർ ഇൻ ലെസ് വേർഡ്സ്. അവർ ചുരുങ്ങിയ കാര്യങ്ങൾ അവർ കാര്യം പറഞ്ഞു തരും. ധൈര്യമായിട്ട് നിൽക്കൂ, നമുക്കൊന്ന് ചെയ്യാം എന്ന് പറയുമ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ പറയാൻ പറ്റിയ നിങ്ങൾ ആരാണ് നിങ്ങൾ കൂടെ ഉള്ളത്, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, 9th പോയിന്റ്, ടോക്കിംഗ് നെഗറ്റീവ്. എപ്പോഴും നമുക്ക് ഒരു പ്രത്യേകതയുണ്ട്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുക. അല്ലേ? വളരെ ഇഷ്ടമുള്ള കാര്യമല്ലേ? വളരെ ഈസിയാണ് പറയാൻ അല്ലേ? എന്താ പറ്റിയത്? അത് അയാളെ കുഴപ്പമുള്ളൂ, ഇയാളെ കുഴപ്പമുള്ളൂ. നമ്മൾ ഒരിക്കലും കുറ്റമായിട്ടില്ല. നെവർ സ്പീക്ക് നെഗറ്റീവ് ടു എനിവൺ അബൌട്ട് എനിവൺ. വേറെ ആളെ കുറിച്ച് പരദൂഷണം പറയുന്ന കാര്യം നമ്മൾ ഈ ബിസിനസ് വിജയിക്കാൻ ഒരു അത്യാവശ്യ ഘടകമാണ്. ഇപ്പൊ പറയരുതെന്ന് പറഞ്ഞു കണ്ടാ, നെവർ 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 എവർ. ഒരിക്കലും ഒരാളെ കുറിച്ച് കുറ്റം പറയാതിരിക്കും. നിങ്ങളൊരു 6 മാസം കുറ്റപ്പെടുത്താതെ ഒരു 6 മാസം പോയി നോക്കി, നിങ്ങൾ ഉറപ്പായിട്ടും നല്ല വരുമാനത്തിൽ പ്രവേശിക്കുന്നുണ്ടാവും. ഇപ്പൊ എന്തായാലും കാരണം നെഗറ്റീവ് പറയാതിരുന്നാൽ പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റുന്ന കാര്യം സത്യത്തിനകത്ത്. അപ്പൊ അത് വളരെ രസകരമാണ്. ഞാൻ പറയാണ് 10ാമത്തെ പോയിന്റ്, നോട്ട് മാനേജിങ് ടൈം. സമയം എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ പ്ലാൻ ദ വർക്ക്. നിങ്ങൾ വർക്ക് യഥാർത്ഥമായിട്ട് പ്ലാൻ ചെയ്യാം. വർക്ക് ദ പ്ലാൻ. ആ പ്ലാൻ എത്ര മണിക്കൂർ ഓരോരോ കാര്യം ഏതൊക്കെ സമയത്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാം. അങ്ങനെ പോകുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയ ലെവലിൽ വരാൻ പറ്റും. ആൾക്കാർ പലപ്പോഴും ഫെയിലർ ആവണം ഇതിനകത്താണ്. ടൈം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ആവശ്യമില്ലാത്ത ഏതാണ് അർജന്റ് ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് അറിയില്ല ഈ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അർജന്റും ഇമ്പോർട്ടൻ്റ് ആണ് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അർജന്റ് നോട്ട് ഇമ്പോർട്ടന്റില് അടുത്ത പായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റിനകത്തും അടുത്ത പായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. നോട്ട് ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റില് സമയം കൊടുക്കാനേ പാടില്ല. ഇതാണ് തിരിച്ചറിയേണ്ടത്. ഈ 4 ഫാക്ടറും നിങ്ങൾ തിരിച്ചറിഞ്ഞാല് നിങ്ങൾ ടൈം മാനേജ്മെന്റ് പ്രശ്നം മാറിക്കിട്ടും. ഇനി 10 സ്റ്റെപ്സ് ടു ആസാദി. ഈ 10 സ്റ്റെപ്സ് നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കി തരുന്നു. ആ സ്റ്റെപ്പുകൾ എന്താ നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് സപ്പോർട്ട് ചാർട്ട്. നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് നല്ല അറിവ് കിട്ടി. ഗോൾ സെറ്റിംഗ്. നിങ്ങൾ ലക്ഷ്യം കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. നിങ്ങൾ എന്താ ലക്ഷ്യം എത്താൻ പോകണം, എന്നെത്തണം, ടൈം എഴുതി വെച്ചു, സ്വപ്നം എഴുതി വെച്ചു, അതിന് സമയം എഴുതി വെച്ചു. മെമ്മറി ചോക്കർ. നിങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്ക് ലിസ്റ്റ് തയ്യാറാക്കണം. ദെൻ സെൽഫ് യൂസ്. ആ പ്രൊഡക്റ്റ് എല്ലാം സ്വയം ഉപയോഗിക്കണം. എല്ലാവരും വിൽക്കാനാ പറയുന്നത്. ഇവിടെ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ സ്വയം ഉപയോഗിക്കുക. ഇപ്പൊ പ്രോബയോട്ടിക് പ്രൊഡക്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ സാധനം വാങ്ങിച്ചു കഴിക്കാൻ തുടങ്ങി. ഗോ ബ്ലാസ്റ്റ് പ്രൊഡക്റ്റ് ഇറങ്ങി, അത് കഴിക്കാൻ തുടങ്ങി. ഇപ്പൊ കമ്പനി ഇറക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ ആദ്യം കഴിക്കണം. ഈ പേസ്റ്റ് ഉപയോഗിക്കുള്ളൂ, വേറെ പേസ്റ്റ് ഉപയോഗിക്കില്ല വീട്ടിൽ. അപ്പൊ നമ്മൾ ഈ കമ്പനി ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റും വീട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിന്റെ മസാലകളും മാത്രം ഉപയോഗിക്കുള്ളൂ, ഇതിന്റെ വെളിച്ചെണ്ണ ഉപയോഗിക്കുള്ളൂ, ഇതിന്റെ തവണനെ ഉപയോഗിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഷേവ് ചെയ്യണതും ഹെയർ കളർ ചെയ്യുന്നതും എല്ലാം ഈ പ്രൊഡക്റ്റ് ഉണ്ടാകും. ഇത് നാച്ചുറൽ ആണ്, ഓർഗാനിക് ആണ്, 100% വിശ്വസിക്കാം. അപ്പൊ സെൽഫ് യൂസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്ത് ഗുണം എന്താ? നമ്മൾ സുഹൃത്തിനെ കാണുക, അപ്പൊ അയാളുടെ അമ്മയ്ക്ക് ജോയിന്റ് ഹെൽത്ത് പ്രശ്നമുണ്ട്, മുട്ടിന് നല്ല വേദനയുണ്ട്. നമുക്ക് സജസ്റ്റ് ചെയ്യാം. നമുക്ക് ജോയിന്റ് ഹെൽത്ത് ബെറ്റർ ആക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, സജസ്റ്റ് ചെയ്യാം. ഗ്ലൂക്കോസിൻ സജസ്റ്റ് ചെയ്തു. ഗ്ലൂക്കോസിൻ വാങ്ങിച്ച് ഉപയോഗിച്ചു, കാൽസ്യം വാങ്ങിച്ച് ഉപയോഗിച്ചു, വിറ്റമിൻ D3 വാങ്ങിച്ച് ഉപയോഗിച്ചു. അവർക്ക് അതിശയകരമായി 3 മാസം കൊണ്ട് അതിശയകരമായി അവരുടെ ബോഡി ചേഞ്ച് ചെയ്തു. 4 വർഷം കൊണ്ട് മാറാത്ത കാര്യം 3 മാസം കൊണ്ട് വലിയ മാറ്റം വന്നു. അപ്പൊ അവർ വളരെ ഹാപ്പിയായി. ആ ഷെയറിങ് വേണ്ടത്. നിങ്ങളുടെ പല്ലുവിളിപ്പ് മാറി വേറെ ആൾക്ക് ഷെയർ ചെയ്യുക. ഞാൻ 5ാമത്തെ പോയിന്റ് ഉണ്ടാവും. ഷെയർ ചെയ്യുക, അത്രേ ഉള്ളൂ, വേറെ ചെയ്യരുത്. നമ്മൾ ചെയ്ത കാര്യം പങ്കുവെക്കാൻ സത്യമാണ് പറയാം, കള്ളം പറയരുത്. ഇത് വളരെ വലിയ പ്രധാനപ്പെട്ട പോയിന്റാണ്. ദെൻ അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഷെയറിങ്ങിലൂടെ നിങ്ങൾക്ക് ആൾക്കാരെ സ്പോൺസർ ചെയ്യാൻ പറ്റും. ആ സ്പോൺസർ ചെയ്ത ആൾക്കാർ ചിലർക്ക് ബിസിനസ് താല്പര്യം ഉണ്ടാവില്ല, അവരെന്താക്കി മാറ്റാം? അവരെ പ്രിഫേർഡ് കസ്റ്റമറെ മാറ്റാം. ബിസിനസ് ബിൽഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ ആഗ്രഹമുണ്ട്, വരുമാനം അവർക്ക് പ്രധാനപ്പെട്ട ഘടകമുണ്ട്, അവരെ അഡ്വൈസറാക്കി മാറ്റാം. ഈ ഓപ്ഷൻ കമ്പനി ഇപ്പോൾ അഡ്വൈസർ ആക്കാൻ മാത്രം ഡോക്യുമെന്റ്സ് മതി. പ്രിഫേർഡ് കസ്റ്റമർ ആക്കാൻ ഡോക്യുമെന്റ്സ് വേണ്ട. അവരെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അഡ്രസ്സും മാത്രം മതി, ഫോൺ നമ്പറും. ദെൻ 7ാമത്തെ കാര്യം സ്ട്രക്ചർ. ഇപ്പൊ ഈ ബിസിനസ് പറയുന്നത് പവർ ഓഫ് 4 എന്ന് പറയുന്നത്. ആ സ്ട്രക്ചർ 4 പേരെ സ്പോൺസർ ചെയ്യാൻ മതി. കൂടുതൽ ആൾക്കാരെ സ്പോൺസർ ചെയ്ത് ടൈം കൊടുക്കാൻ പാടില്ല. ആ 4 പേരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കണം. 8ാമത്തെ കാര്യം റോൾ മോഡൽ. നിങ്ങൾ തന്നെ വിജയിച്ച് കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് 4 പേരെ വിജയിപ്പിച്ച് പവർ ഓഫ് 4 എത്തുമ്പോൾ നിങ്ങളുടെ റോൾ മോഡലായി മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ താഴെ പവർ ഓഫ് 4 എടുത്താൽ നിങ്ങൾ ഡയറക്ടറായി, അപ്പോൾ നിങ്ങൾ റോൾ മോഡലായി മാറിക്കഴിഞ്ഞു. നിങ്ങൾ പവർ ഓഫ് 4 നിങ്ങൾ 4 ഗ്രൂപ്പും പവർ ഓഫ് 4 ആക്കി ഡയറക്ടർമാർ ആക്കി എടുത്തു, നിങ്ങൾ പ്ലാറ്റിനമായി, അപ്പോൾ റോൾ മോഡലായി മാറിക്കഴിഞ്ഞു. അപ്പോഴേ നിങ്ങൾ റോൾ മോഡൽ ആവുള്ളൂ. നിങ്ങൾ പ്ലാറ്റിനം ആകുമ്പോഴത്തോടെ നിങ്ങൾ കമ്പനിയുടെ റോൾ മോഡലും വലിയ ഇംഗത്തിലേക്ക് പ്രവേശിക്കാൻ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് റെഡ് ഡയമണ്ടും ബ്ലൂ ഡയമണ്ടും എല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇതിലൂടെ 8ഉം 10ഉം 20ഉം 30ഉം ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്. എന്റെ പ്രിയങ്കരായ സ്പോൺസർ 30 ലക്ഷം വരുമാനം വാങ്ങിക്കുന്നു. അവരുടെ സ്പോൺസർ ഫിലിപ്പ് സിംഗ് സാർ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു. അതൊക്കെ ഈ ബിസിനസ് കണ്ട് പ്ലാൻ കണ്ട ശേഷം ജോലി 2.5 വർഷം കൊണ്ട് റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം ആയിട്ട് ചെയ്ത് ഇന്ന് ഇതിനകത്ത് വലിയ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തിയാണ്.
അവരുടെ സ്പോൺസർ ഡോക്ടർ സുരേഖ ഭാർഗവ, ഒരു ചാർട്ടർ അക്കൗണ്ടാണ്. മാഡം ഇന്ന് ബോംബെ താമസിക്കുന്നുണ്ട്. ആ മാഡം ഇതിലൂടെ 1.27 കോടി രൂപ വരെ വരുമാനം വാങ്ങിച്ച വ്യക്തിയാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു മാസം ഇത്രയും വരുമാനം വാങ്ങിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഞാൻ ഗസ്റ്റ് റാങ്കിൽ നിൽക്കുമ്പോൾ ഒരു 1.5 ലക്ഷം രൂപ വരുമാനം നമുക്ക് ഒരിക്കലും വാങ്ങിക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് ഈ ബിസിനസ് പ്രത്യേകത. അപ്പൊ റോൾ മോഡലാണ് നിങ്ങൾക്ക്, നിങ്ങളുടെ ബിസിനസ് റോൾ മോഡലാണ് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതിന് പ്രത്യേകത. ഇതിനൊമ്പത് പേഴ്സണൽ പ്രോഗ്രസ്. എനിക്കുണ്ടായ മാറ്റം എല്ലാവർക്കും അറിയാം, എന്റെ കുടുംബാംഗങ്ങൾക്ക് അറിയാം, സുഹൃത്തുക്കൾക്ക് അറിയാം. ഞാൻ എങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയല്ല. ഈ ബിസിനസ് അത്രയും പാഷനായിട്ട് ചെയ്യുന്നത്. കാര്യം ഇത് അത്രയും വലിയൊരു ബിസിനസ്സാണ്, നമ്മൾ കാണാൻ പറയില്ല. എന്റെ പുറകെ കാണുന്ന എന്റെ വാഹനം, ഈ വാഹനം സ്വന്തമാക്കാൻ സാധിച്ചത് ഈ ബിസിനസ് കൊണ്ടാണ്. ഇതിന് മുഴുവൻ ക്രെഡിറ്റ് വരുന്ന ഈ കമ്പനിക്ക്. അപ്പൊ ഇതിന് കാർ ഫണ്ട് ഉണ്ട്, ഹൗസ് ഫണ്ട് ഉണ്ട്, അവരെ ടൂർ ഫണ്ട് ഉണ്ട്. ആ ടൂർ നമുക്ക് ആർജിക്കാൻ സാധിച്ചു, വിദേശയാത്ര ഫണ്ട് പോകാൻ സാധിച്ചു. അപ്പൊ ഇത് എല്ലാം ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹമാണ്. ദെൻ 10 ഡ്യൂപ്ലിക്കേഷൻ. ഞാൻ ഈ പറയുന്ന കാര്യം മുഴുവൻ ടീമിൽ ആരാണോ ഏറ്റവും പെട്ടെന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് അവർക്ക് ഈ ബിസിനസ്സിൽ വലിയ ഉയരങ്ങൾ എത്താൻ പറ്റും. ഇപ്പൊ ഡ്യൂപ്ലിക്കേഷൻ കീ ആയത്. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ടീമിൽ ആൾക്കാർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് വളരില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പവർഫുൾ ചെയ്താൽ നമ്മൾ താഴെ എത്ര പേര് പവർഫുൾ ചെയ്യുന്നു. നമ്മൾ ഡയറക്ടറായി എത്ര പേര് ഡയറക്ടർ ആക്കാൻ പറ്റും. നമ്മൾ പ്ലാറ്റിനമായി എത്ര പ്ലാറ്റിനം ആക്കാൻ പറ്റും. നമ്മൾ ഡയമണ്ടായി എത്ര ഡയമണ്ട് ആക്കാൻ പറ്റും. ഞാൻ ഡയമണ്ടായി എന്റെ ഗ്രൂപ്പില് ട്രിവാൻഡ്രത്ത് മഞ്ജു ആൻഡ് സുരേഷ്, അവരും ഇത് ഡയമണ്ടാണ്. നമുക്ക് അഭിമാനപൂർവ്വം പറയാം, നമ്മൾ ഓരോ കാര്യങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ മീറ്റിംഗ് തന്നെ അതിന്റെ ഡ്യൂപ്ലിക്കേഷന്റെ ഭാഗമാണ്. ദെൻ ഹൗ ടു ഡു പവർഫുൾ ഡെമോൺസ് കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ഞാൻ ഈ സമയത്തിന്റെ പരിമിതി ചെയ്യുന്നില്ല. ഡെസോളിനെ കുറിച്ച് നമുക്ക് ഒരുപാട് എല്ലാ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റിയ ബയോസേഫ് ആയിട്ട് ഉൾപ്പെടുന്ന ഡെസോൾ, ഇതിനെക്കുറിച്ചുള്ള മനോഹരമായ വീഡിയോസ് ഉണ്ട്. വാഷ് മെയ്റ്റ്, ഡ്രസ് വാഷ് ചെയ്യുന്ന എൻസൈം ബേസ്ഡ് പ്രൊഡക്റ്റ്. നമുക്ക് 1 ഡ്രോപ്പ് മതി നമുക്ക് ഏറ്റവും കറയൊക്കെ കളയാനുണ്ട്. സ്പാർക്കിൾ അഡ്വാൻസ്ഡ്, ഇത് നമുക്ക് നമ്മുടെ എന്ത് ഗ്ലാസ് സർഫേസ് മുഴുവൻ നമുക്ക് നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്ത് സ്പ്രേ ചെയ്ത് ക്ലീൻ ആക്കാൻ പറ്റിയ ഉൽപ്പന്നം. മൈറ്റിൻ വേണം. നമ്മൾ സർഫേസ് സ്പ്രേസിലുള്ള ബാഗിനടക്കമുള്ള എല്ലാ വാലറ്റിനും എല്ലാത്തിനെയും അഴുക്ക് ഭംഗിയായിട്ട് കളയുന്ന ഒരു പ്രൊഡക്റ്റാണ് മൈറ്റിൻ എന്ന് പറയുന്നത്. വണ്ടർ ടോപ്പ്, പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് വണ്ടർ ടോപ്പ്. ഇത് കോക്കനട്ട് ഓയിൽ ഡെറിവേറ്റീവ് ആണ്. ഇത് ഒരു ബോട്ടിലും ഉണ്ട്, നമുക്ക് എത്ര ബോട്ടിലാക്കി 6 ബോട്ടിലാക്കി മാറ്റാൻ പറ്റും. അത്രയും ഈ ഓരോ പ്രൊഡക്റ്റും എക്കണോമിക്കലാണ്, ഹൈലി കോൺസെൻട്രേറ്റ്. എല്ലാ പ്രൊഡക്റ്റും അതിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ്. വണ്ടർ ടോപ്പ്, വണ്ടർ സ്ക്രബ്. സ്ക്രബിന്റെ പ്രത്യേകത, ഇത് ഒറ്റ കമ്പിയിലാണ് സ്ക്രബ് ഉണ്ടായിരിക്കുന്നത്. കണ്ടോ, ഒറ്റ കമ്പി കൊണ്ട് മുഴുവൻ സ്ക്രബ്. അപ്പൊ നമുക്ക് ഒരിക്കലും പൊട്ടിപ്പോകത്തില്ല, നമുക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സ്ക്രബാണ്. ഇതൊക്കെ ആദ്യമായിട്ടാണ്. ഇത് ടീ ട്രീ ഓയിൽ, നമ്മുടെ ജലദോഷം, തുമ്മല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഓസ്ട്രേലിയ ട്രീറ്റ് ചെയ്തെടുത്തൊരു പ്രൊഡക്റ്റ്. ഇതിന്റെ ഒരു ഡ്രോപ്പ് മതി നമ്മുടെ ശ്വാസം മുട്ടും അലർജിയൊക്കെ മാറാനായിട്ട്, മൂക്കടപ്പ് മാറാനായിട്ട്. ഒരു പ്രാണി കടിച്ചാൽ ആ സ്പോട്ടിൽ കുത്തി ആ പ്രാണിയുടെ കൊമ്പ് മുഴുവൻ മാറ്റി നമ്മൾ സേഫ് ആക്കി നീരില്ലാതെ സംരക്ഷിക്കാൻ പ്രൊഡക്റ്റാണ് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ. സിൽവർ ടിപ്പ്, നമുക്ക് എന്ത് സ്വർണ്ണ വലിയ ആഭരണവും നമുക്ക് ഈ സിൽവർ ടിപ്പ് ബുക്ക് ചെയ്യില്ല, വാങ്ങിച്ച പോലെ പുത്തനായിട്ട് അതിന് ഓക്സൈഡ് ഒക്കെ മാറി നല്ല തിളങ്ങി കിട്ടുന്ന അവസ്ഥ സിൽവർ ടിപ്പ്. കൃഷിയില് എന്റെ വീട്ടില് ചെറിയ ഭാഗങ്ങളും ഒരു ചെറിയ സ്ഥലത്താണ് കൃഷി. അവിടെ കുറെ മുളക് വെച്ചാൽ മുളകിൽ മുഴുവൻ ഇത് ഉപയോഗിച്ചിട്ട് നല്ല മികച്ച എരിവുള്ള മുളക് കിട്ടി. 45% വിളവ് കൂടും, എന്ത് വിളവ് കൊടുത്താലും. കർണാടകയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്നത് ഈ ആക്ടിവേറ്റ് എന്ന പ്രൊഡക്റ്റാണ്. ദെൻ ആക്റ്റീവ് സൈൻ എന്ന പ്രൊഡക്റ്റ്. ഇനി ടിപ്സ് ഓൺ ഹൗ ടു ഡു എഫക്റ്റീവ് ഹോം മീറ്റിംഗ്. ഒരു ഹോം മീറ്റിംഗ് ചെയ്യേണ്ട കാര്യങ്ങൾ അതുകൂടി പറഞ്ഞ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ആ 10 ടിപ്സ് നോക്കാം. ഒന്ന്, പ്രിപ്പറേഷൻ മേക്സ് എസ് പെർഫെക്റ്റ്. നമ്മളെപ്പോഴും ഒരു മീറ്റിംഗ് നടത്തുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളെ ഒക്കെ വിളിക്കുന്നുണ്ട്. അത് വേറെ മീറ്റിംഗ് പറയാം. ലിസ്റ്റ്, ഇൻവിറ്റേഷൻ, ഫോർ ദ പ്ലാൻ ആൻഡ് ഫോളോ അപ്പ്. ഇതിനകത്ത് അവരെ വിളിക്കുന്ന സമയത്ത് നമ്മുടെ സീറ്റിങ്ങും അവിടെ വെക്കേണ്ട ബോർഡുകളും ഡെമോ മെറ്റീരിയലും പ്രസന്റേഷനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത്, ഈവൻ മാർക്കർ അടക്കം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോളണം. അപ്പൊ നമുക്ക് ഒരിക്കലും ആ നേരത്ത് ആ പ്രിപ്പറേഷൻ വൈകരുത്. തലേദിവസത്തിനൊക്കെ റെഡിയാക്കി വെക്കണം. മീറ്റിംഗ് കാലത്ത് 10 മണിക്കാണെങ്കിൽ തലേദിവസത്തിനൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അവിടെ ഷോർട്ടേജ് ഉണ്ടാകാൻ പാടില്ല. എല്ലാ മെറ്റീരിയലോടെ വെച്ചിരിക്കണം. അതിന് ഫസ്റ്റ് പ്രിപ്പറേഷൻ. സെക്കൻഡ്, എ പ്രോപ്പർ വെൽക്കം. വരുന്ന എല്ലാ ഗസ്റ്റുകളെയും നമ്മൾ വെൽ ട്രസ്റ്റഡ് ആയിട്ട് എന്നോണം സ്വീകരിക്കാൻ, വെൽ ട്രസ്റ്റഡ് ആയിട്ട് നിൽക്കണം. ഒരു ഫംഗ്ഷന് പോകണം, എങ്ങനെ ഡ്രസ് ഉണ്ടോ ആ ഡ്രസ് ഇട്ട് നമ്മൾ നിന്നുകൊണ്ട് അവരെ ക്ഷണിക്കാനുണ്ട്. അവർക്കുള്ള കസേര ഒരു 20 പേരെ വിളിച്ചെങ്കിൽ നിങ്ങൾ ഒരു 5-6 കസേര ഇടാൻ പാടുള്ളൂ. എല്ലാ കസേര ഇട്ട് അവരെ കൺഫ്യൂഷൻ ആക്കരുത്. വരുന്ന ഒരു ഗസ്റ്റ് ഇരുത്തിയ ശേഷം ആൾക്കാർ വന്ന ശേഷം മാത്രമേ ബാക്കി കസേര ഇടാൻ പാടുള്ളൂ. റിസീവ്, ഗ്രീറ്റ് ആൻഡ് അപ്രീസിയേറ്റ് ദ ഗസ്റ്റ് ഫോർ ദെയർ ടൈം. അവരുടെ സമയത്ത് തന്നെ നിങ്ങൾ നേരത്തെ തുടങ്ങി തയ്യാറായിരുന്നു. അവർ വരുമ്പോൾ അവരെല്ലാം റിസീവ് ചെയ്ത് ഇരുത്തേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പൊ ഞാൻ എന്റെ സ്പോൺസർ പറഞ്ഞത്, ഞാൻ കമ്പനിയുടെ പേര് ഒന്നുമല്ല പറഞ്ഞത്. അവരോട് എന്റെ വീട്ടിൽ കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചു വെച്ചു.
ഇതിന്റെ ഹോം ഷോപ്പിയുടെ ഇനാഗുറേഷൻ ഞാൻ അവരെ ക്ഷണിച്ചത്. ആ വാക്ക് മാത്രം ഉപയോഗിച്ചുള്ളൂ. ഫോൺ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒരു 10 സെക്കൻഡ് കൂടി സംസാരിക്കുന്നു പറഞ്ഞു. ഞാൻ 10 സെക്കൻഡ് സംസാരിച്ച് തീർക്കണം. ആകെ പറഞ്ഞത്, ഞാൻ സഞ്ജയ്, ഞാൻ പ്രകാശാണ്, ഞാൻ വിളിച്ചത് ഈ വരുന്ന ഞായറാഴ്ച എന്റെ വീട്ടിലൊരു ഹോം ഷോപ്പിയുടെ ഇനാഗുറേഷൻ ഉണ്ട്. എന്താണ്? ഹോം ഷോപ്പിയുടെ ഇനാഗുറേഷൻ ഉണ്ട്. കാരണം കുടുംബസമേതം എന്റെ വീട്ടിൽ വരണം. ആ ചടങ്ങിൽ തന്റെ മകനീയ സാന്നിധ്യം ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. ആ ഫ്രണ്ട് വന്നു. ഞാൻ 18 പേര് വിളിച്ചു, 12 പേര് വന്നു. വിളിച്ചത് ഈ വാക്ക് ഉപയോഗിച്ചിട്ടാണ്. അവിടെ കമ്പനിയുടെ പേര് പറഞ്ഞുണ്ടോ ഒന്നും അവർക്കൊന്നും മനസ്സിലാവില്ല. ഹോം ഷോപ്പ് ഇനാഗ്രേഷൻ കാര്യം നടന്നത്. അവിടെ വരുമ്പോൾ അവർ കാണുന്നത് നമ്മൾ കവർ ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും കവർ ചെയ്യിക്കണം. വിളക്ക് എത്തിക്കാൻ വിളക്ക് വെച്ചെന്ന് വിളക്ക് എത്തിച്ചു കൊടുത്തു. ആ വന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഗസ്റ്റ് ആ വിളക്ക് ലൈറ്റ് ദ ലാമ്പ് ചെയ്തു, ഇനാഗ്രേറ്റ് ചെയ്തു. ആ പ്രൊഡക്റ്റ് എല്ലാവരും പരിചയപ്പെടുത്തി കൊടുത്തു. ദാറ്റ്സ് ഓൾ. അത്ര സിമ്പിളാണ് ഇരിക്കണത്. സോ തേർഡ്, എഡിഫൈ ദ സ്പീക്കർ. നിങ്ങൾ അവിടെ വന്നേക്കുന്ന സ്പീക്കറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവിടെ എത്ര വലിയ ഗസ്റ്റ് ഇരുന്നാലും അവരല്ല, ആ ഗസ്റ്റുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നീടാണ്. ഈ പ്രസന്റ് ചെയ്യാൻ സമയത്ത് സ്പീക്കറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന് ക്രെഡൻഷ്യൽ പറയാം, അതിന് അച്ചീവ്മെന്റ്സ് പറയാം. അപ്പോൾ അതിനെ ക്ഷണിച്ചു വരുത്തേണ്ടത് വളരെ ആവശ്യം. ഞാൻ ഈ പറഞ്ഞ ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വിജയിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ വന്നേക്കുന്നത്. അത് ഇന്ന ആളാണ്. നമ്മുടെ ഭാഗ്യമാണ് അതേപോലെ ഒരു വ്യക്തിയെ, നമ്മുടെ ഭാഗ്യമാണ് അതേപോലെ വ്യക്തിയെ കിട്ടിയത്. ഇങ്ങനത്തെ ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള വ്യക്തിയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യം മനസ്സിലാക്കാം. എന്നും പറഞ്ഞ് വിളിക്കാൻ പാടില്ല. അത് സാധാരണ കാഷ്വൽ, നിങ്ങളുടെ ഫ്രണ്ടോ റിലേറ്റീവോ ആയിക്കോട്ടെ, നിങ്ങളുടെ സ്പോൺസർ, ഒരിക്കലും കാഷ്വൽ ആയിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ല. നാലാമത്തെ, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. അവിടെ ചില പട്ടിക്കുട്ടികളോ പൂച്ചക്കുട്ടികളോ അല്ലെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടം ഉണ്ടാക്കുക, കുട്ടികളെ കരഞ്ഞുകൊണ്ടിരിക്കുക, TV അവിടെ വെക്കുക, പാട്ട് ഒച്ചത്തിൽ വെക്കുക, സൗണ്ട് വളരെ ഒച്ച ഉണ്ടാക്കി സംസാരിക്കുക, നമ്മൾ വീട്ടുകാരും തന്നെ ഗസ്റ്റുകൾ സംസാരിക്കുക, മൊബൈൽ ഫോൺ. അപ്പൊ വളരെ ബുദ്ധിപൂർവ്വം വേണ്ടത്. നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് സൈലന്റ് മോഡിലേക്ക് മാറ്റിയാൽ വളരെ ഉപകാരമായിരുന്നു. നമ്മുടെ മീറ്റിംഗ് നന്നാക്കി നടത്താൻ വേണ്ടി. നമുക്ക് TV എല്ലാവരുടെ സമ്മതത്തോടെ ഞാൻ ഓഫ് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് ഓഫ് ചെയ്യാം. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ നമുക്ക് ഈ മുറിയിലേക്ക് ആക്കാം. കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനം കൊടുത്തു. വളരെ അവർക്ക് എല്ലാം ഇഷ്ടപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് വളരെ ആവശ്യം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. കീപ് ഇറ്റ് സിമ്പിൾ. ഏറ്റവും സിമ്പിൾ ആക്കി വെക്കുക. ആ കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഏറ്റവും സിമ്പിൾ ആക്കി അവിടെ കീപ്പ് ചെയ്യുക. അതായത് പവർ ഓപ്പണിംഗ് സിമ്പിൾ പ്രസന്റേഷൻ. ആ പ്രസന്റേഷൻ എപ്പോഴും ഭംഗിയാക്കി തീർക്കണം. ഉണ്ടോ? പവർ ഓപ്പണിംഗ് സിമ്പിൾ പ്രസന്റേഷൻ. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് കാര്യം ഒന്നും അവിടെ പറയരുത്. പ്ലാൻ എന്ന എല്ലാവരെയും ഭാരതമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നു ഇവിടെ ഒരുക്കിയിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞുതരാമാണ്. അപ്പോൾ വന്നിരിക്കുന്ന എല്ലാവരും ഞാൻ പ്രത്യേകമായിട്ട് സെഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അവർക്ക് നന്ദി പറയുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ വന്ന് അവരെ സ്വാഗതം ചെയ്തു, ഈ കാര്യങ്ങൾ പറയാം. നന്ദി നിങ്ങളോട് പറയേണ്ടത്. അപ്പൊ നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയാം, സിമ്പിളായിട്ട് ക്ലോസ് ചെയ്യാം. പരമാവധി ആ 30 മിനിറ്റ് സമയത്തിനുള്ളിൽ ഈ പ്രസന്റേഷൻ തീർക്കാൻ ശ്രമിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ദെൻ കീപ് ഇറ്റ് ഷോർട്ട്. 30 മിനിറ്റ് റൂള് എപ്പോഴും കീപ്പ് ചെയ്യാം. 30 മിനിറ്റാണ് ഏറ്റവും നല്ല സമയം. അത് പാലിക്കുക തന്നെ ചെയ്യണം. നോ റിഫ്രഷ്മെന്റ്സ് പ്ലീസ്. ഒരുപാട് പലഹാരങ്ങളോ ബിരിയാണിയോ റൈസോ ചിക്കനോ മട്ടനോ ഒന്നും കൊടുക്കരുത്. അവിടെ സിമ്പിൾ ആക്കുക. ഇറ്റ് ഈസ് എ ബിസിനസ് മീറ്റിംഗ്. മേക്ക് ഇറ്റ് ഡ്യൂപ്ലിക്കേറ്റബിൾ. നിങ്ങൾ ചെയ്യുന്ന കാര്യം താഴെ എല്ലാവരും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. കാരണം നമുക്ക് ഒരു ചായ ബിസ്ക്കറ്റിനപ്പുറം വേറെ ഒന്നും ചെയ്യരുത്. ചായ ഒരു ബിസ്ക്കറ്റ്, അതിനപ്പുറം ഒന്നും ചെയ്യരുത്. വളരെ ശ്രദ്ധിക്കുക. നമ്മൾ വിജയിക്കാനുള്ളൊരു വലിയൊരു സ്റ്റെപ്പാണത്. ആ റിഫ്രഷ്മെന്റ് കൊടുക്കുന്നതുകൊണ്ട്. എട്ടാമത്, അലോ ക്വസ്റ്റ്യൻസ് ഓൺലി ആഫ്റ്റർ ദ സെഷൻ. ആരെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പൊ ചോദിക്കില്ലേ എന്നാ ഇപ്പൊ ചോദിക്കണമെന്ന് ചോദിക്കരുത്. നല്ല ചോദ്യം ചോദിച്ചാൽ ഒന്ന് രേഖപ്പെടുത്തി വെക്കാമോ? നമുക്ക് സെഷന് ശേഷം ഞാൻ എല്ലാത്തിനും മഴ പറയാം. അവോയ്ഡ് ക്വസ്റ്റ്യൻസ് ഡ്യൂറിങ് ദ മീറ്റിംഗ്. അങ്ങനെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. അല്ല അവിടെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക അവോയ്ഡ് ചെയ്യരുത്. നല്ല ചോദ്യം ചോദിച്ചത്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ചോദ്യം ആദ്യമായിട്ട് കേൾക്കുന്നത് അങ്ങനെ പറഞ്ഞു, കുഴപ്പമില്ല. എപ്പോഴും കേൾക്കണമെങ്കിലും അങ്ങനെ ആദ്യമായിട്ട് കേൾക്കണം. നല്ലൊരു ക്വസ്റ്റ്യൻ വെച്ചത്. സാർ മാഡം അല്ലെങ്കിൽ സാർ ഒന്ന് രേഖപ്പെടുത്തി വെക്കാമോ? സെഷന് ശേഷം ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി കൊടുക്കാന്ന് പറയാം. ദെൻ 9th, പവർ ക്ലോസിംഗ്. യൂസ് എ 3 ചോയ്സ് ക്ലോസിംഗ് ഓപ്ഷൻസ്. നമുക്ക് അവർക്ക് ബിസിനസ് എപ്പോഴും നമ്മൾ ക്ലോസ് ചെയ്യാൻ പഠിക്കണം. എപ്പോഴും ആ ചോയ്സ് എപ്പോഴും വളരെ നമ്മുടെ കയ്യിലിരിക്കണം. അവർ തിരിച്ചു പോകുമ്പോൾ അവർ ഓർഡർ ചെയ്യേണ്ടത് ആവശ്യവും, അവർ ജോയിൻ ചെയ്യുന്ന കാര്യവും, എന്ന് മീറ്റിംഗ് വെക്കുന്ന കാര്യവും, ഈ പ്രസന്റേഷനെ കുറിച്ചും ഒക്കെ അവർക്ക് കിട്ടിയ ഇംപ്രഷൻ നമുക്ക് നശിപ്പിക്കാൻ നോക്കണം. ആ പവർ ക്ലോസിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ദെൻ ബുക്ക് എ മീറ്റിംഗ് ഫ്രം എ മീറ്റിംഗ്. ആ മീറ്റിംഗിൽ നിന്ന് ആ വന്നിരിക്കുന്ന 10 പേരോ 5 പേരോ ആയിക്കിട്ട് അടുത്ത മീറ്റിംഗ് ബുക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ. ഇത്രയും സിമ്പിൾ ആണ് ഈ കാര്യം. അപ്പോൾ എനിക്ക് വേണം ഇന്നത്തെ മീറ്റിംഗ്
ബാം എന്ന് പറയും. ബുക്ക് എ മീറ്റിംഗ് ഫ്രം എ മീറ്റിംഗ്. ബാം ഫാം ഉണ്ടോ? ബുക്ക് എ മീറ്റിംഗ് ഫ്രം എ മീറ്റിംഗ്. നല്ലൊരു വാക്കാണ്. ഹോം മീറ്റിംഗ് ഫിക്സ് ചെയ്തു. കൺവീനിയന്റ്, നോ കോസ്റ്റ്, ഡ്യൂപ്ലിക്കേറ്റബിൾ, പ്രൊഡക്റ്റീവ്. ഉണ്ടോ? നിങ്ങൾ ഹോം മീറ്റിംഗ് വെക്കേണ്ടത് നല്ല കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലത്ത് അയക്കണം. അവിടെ കോസ്റ്റ് ഒന്നും ഉണ്ടാവരുത്, ചെലവുണ്ടാവരുത്. എല്ലാവർക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റി അയക്കണം, പ്രൊഡക്റ്റീവ് അയക്കണം. ഇത്ര സിമ്പിൾ ആയിട്ടാണ് ബിസിനസ് ചെയ്യേണ്ടത്. എഫേർട്സ് ഇൻ റൈറ്റ് ഡയറക്ഷൻസ് ബ്രിങ് അമേസിംഗ് റിസൾട്ട്. നിങ്ങൾ റൈറ്റ് ഡയറക്ഷനാണ് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം പാലിച്ച് പോവാണെങ്കിൽ നിങ്ങൾക്ക് അമേസിംഗ് റിസൾട്ട് ആകുന്ന കാര്യം ഗ്യാരണ്ടിയാണ്. ഇനി അടുത്തൊരു പ്രോഗ്രാമാണ് നമുക്ക് ഇനി വരുന്നത് ഉഡാൻ പ്രോഗ്രാമാണ്, ഗോ ഡയമണ്ട് വർക്ക്ഷോപ്പ്. ഇതിലൂടെ നമുക്ക് വലിയൊരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം. അത് തീർച്ചയായിട്ടും സാധിക്കും. ഈ സെഷൻ ഞാൻ ഇവിടെ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാണ്. പങ്കെടുത്ത എല്ലാ